ആദ്യത്തെ നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തക വീക്ഷണത്തിൽ വനിതകൾ. പാസ്റ്റേഴ്സ് അതുപോലെ പാസ്റ്റർ ആൻറ്റിമാരൊക്കെ ശ്രദ്ധിക്കണമേ, വിഭജനം. വേദപുസ്തക വീക്ഷണത്തിൽ വനിതകളെ നമ്മൾ നോക്കിക്കാണുകയാണ്. 3 വിഭാഗം വനിതകളാണ് വേദപുസ്തക വീക്ഷണത്തിലുള്ളത്. 3 വിഭാഗമാണ്. ഈ 3 വിഭാഗത്തിൽ നമ്മുടെ ബോർഡിലുള്ളവരൊക്കെ ഏത് വിഭാഗത്തിലാകുമെന്ന് അവർ തന്നെ ഇന്ന് ചിന്തിച്ചോണം. ഓക്കെ, ഏത് വിഭാഗത്തിലാകണം, ഏത് വിഭാഗത്തിലാണ്, അവിടെ നിന്ന് ചുവട് മാറ്റണോ അതോ അവിടെ തന്നെ തുടരണോ എന്നൊക്കെ ഉള്ളത് ഇത് പഠിക്കുമ്പം ബോധ്യമാകും. ഓൺലൈനിലുണ്ട് പ്രോഗ്രാം അല്ലേ? ഓൺലൈനിൽ ഞങ്ങളെ തത്സമയം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ വന്ദനം അറിയിക്കുന്നു. ടൈം സോണുകൾ വ്യത്യസ്തമാണെങ്കിലും നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ ക്യാമ്പിനോട് ഏകീഭവിച്ചുകൊണ്ട് നിങ്ങൾ സമയം ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്കും ആത്മീയ വർധനവിന് കാരണമാകട്ടെ. അപ്പം നമ്മുടെ ഒന്നാമത്തെ കുറിപ്പിലേക്ക് വരികയാണ്. വനിതകൾ, വേദപുസ്തക വീക്ഷണത്തിൽ വനിതകൾ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ 3 വിഭാഗം വനിതകളെയാണ് വേദപുസ്തകം നമുക്ക് ചൂണ്ടിക്കാട്ടുക. 3 വിഭാഗം വനിതകൾ. 1, 2, 3 എന്നാദ്യം മാർജിനോട് ചേർന്ന് എഴുതണം. എന്നിട്ട് അതിന് നേരെ റെഫറൻസ് എഴുതാനും കൂടെ സമയം ആ സ്ഥലം ഇട്ടിരിക്കണം. ഓക്കെ. ഒന്നാമത്തേത് പെണ്ണുങ്ങൾ എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു, പെണ്ണുങ്ങൾ. ഓക്കെ, എഴുതാനൊരു മടി പോലെ തോന്നുന്നു ആൻറ്റി. വേദപുസ്തകത്തിലെ വാക്യം എഴുതിക്കോ, പെണ്ണുങ്ങൾ. അതിൻ്റെ നേരെയുള്ള വാക്യം എഴുതിക്കണം. അങ്ങനെ ഒരു പ്രയോഗത്തിൻ്റെ വാക്യം. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് സില്ലി വുമൺസ് എന്നാണ്. സില്ലി വുമൺസ്. സില്ലി 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 എന്ന് പറഞ്ഞാൽ നിസ്സാരമായ, അതാണ് അതിൻ്റെ സില്ലി വുമൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂല്യബോധമില്ലാത്ത, കാര്യഗൗരവമില്ലാത്ത, ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത, അതൊക്കെ വേണമെങ്കിൽ അർത്ഥങ്ങൾ എഴുതിക്കോണം. മൂല്യബോധമില്ല, കാര്യക്ഷമതയില്ല, ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ല, അന്നേരം ഉള്ളതിൽ അങ്ങ് ആസ്വദിച്ച് പോവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഉള്ളപ്പോൾ ഉണ്ണി, ഇല്ലാത്തപ്പോൾ പട്ടിണി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഉള്ളപ്പോൾ കാര്യമായിട്ട് കഴിക്കുക, ഇല്ലെങ്കിൽ ഒരു നടപടിയില്ല അതിന് പരിഹാരമായിട്ട്. അങ്ങനെയുള്ള ചില സ്ത്രീകളെയാണ് വേദപുസ്തകം എന്താ വിളിക്കുക? പെണ്ണുങ്ങളെന്ന് വിളിക്കുക. വാക്യം ഒന്ന് നോക്കിക്കേ. 2 തിമോത്തിയോസ് 3:7 വാക്യം. 2 തിമോത്തിയോസ് 3:7 വാക്യം. കണ്ടോ? ഒത്തിരി ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കാറുണ്ട്. മാസയോഗം, കാത്തിരിപ്പയോഗം, ഉപവാസ പ്രാർത്ഥന, സഭായോഗം, ക്യാമ്പ്, അത് ഇതൊക്കെ മുടങ്ങാതെ പോകാറുണ്ട്. പക്ഷേ എന്തോ കിട്ടത്തില്ല അവർക്ക്, പരിജ്ഞാനം കിട്ടത്തില്ല, പരിജ്ഞാനം പ്രാപിക്കത്തേയില്ല. ഭാവം, പടുതിയും നടപ്പുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻസൈക്ലോപീഡിയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ ഒരു ബോധവും ഇല്ല. ആ സൈസുകളെ വേദപുസ്തകം എന്തോ വിളിക്കുന്നു? പെണ്ണുങ്ങളെന്നാണ് വിളിക്കുക. സഭയിലുള്ള നിങ്ങളെ ആരെയും അങ്ങനെ വിളിക്കാൻ അനുവദിക്കാത്ത വിധം സ്വഭാവ രൂപീകരണത്തെ ധന്യമാക്കണം. കോളനി കുറേ പെണ്ണുങ്ങളുണ്ട്, കേട്ടിട്ടുണ്ടോ അങ്ങനെ വാക്യം, അങ്ങനെ വാചകം? ചന്തയിലോട്ട് ചെല്ലണം, കുറേ പെണ്ണുങ്ങൾ, എന്നെ ആലപ്പ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. മാസയോഗത്തിന് കുറേ പെണ്ണുങ്ങൾ വന്നു, അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ പറയിപ്പിക്കരുത്. ഈ സഹോദരിമാർ വന്നിട്ടുണ്ട്, കുറേ മാതാക്കൾ വന്നിട്ടുണ്ട്, കുറേ ആൻറ്റിമാർ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ പ്രയോഗം എങ്ങനെയാണ്? പെണ്ണുങ്ങൾ. അപ്പോൾ അവരെ ശ്രദ്ധിച്ചോണം. മൂല്യബോധമില്ല, കാര്യക്ഷമതയില്ല, ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടില്ല, ഭാവി വീക്ഷണമില്ലെന്നുള്ളതാണ് ശരി. ഭാവി വീക്ഷണമില്ല, തലമുറയെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല, ജീവിത പങ്കാളിയോട് ആത്മാർത്ഥതയില്ല, വികാരത്തിനടിമകളായി പെരുമാറുകയാണ് അവർ. അന്നേരം ഉണ്ടാകുന്ന വികാര തീവ്രതയ്ക്ക് അവരടിമയാകുന്നു. അത് കോപമെന്ന വികാരമാണെങ്കിൽ അങ്ങനെ, മറ്റുതരമായ എന്തെങ്കിലും വികാരമാണെങ്കിൽ അങ്ങനെ. കോപതാപങ്ങളുണ്ടാകാം, ദുശീല ദുർഗുണങ്ങളുടെ വികാരങ്ങളുണ്ടാകാം, നിയമവിരുദ്ധ ലൈംഗികതയുടെ വികാരങ്ങളുണ്ടാകാം. അതിലൊക്കെ അടിമപ്പെട്ടു പോകുന്നു. അവരെന്ത് വിളിക്കണം? നാനാ മോഹങ്ങളും ഭോഗങ്ങളും വഹിക്കുന്നവരെന്ന് പൗലോസോട് പറയുന്നു. പൗലോസ് ഒരു ഗ്രേറ്റ് തിയോളജിയാണ്. പൗലോസിൻ്റെ പ്രയോഗങ്ങളും കണ്ടെത്തലുകളും ദൈവശാസ്ത്രപരമായ ആഴമേറിയ വീക്ഷണത്തിന് ദൈവദാസന്മാരൊക്കെ പ്രയോജനപ്പെടുത്തണം. പൗലോസിൻ്റെ ദർശനത്തിൻ്റെ ആ ആഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ?
ഏതെങ്കിലും ഒരു സെമിനാരിയിൽ അദ്ദേഹം പഠിച്ചതല്ല. ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ, തനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ പോയിരുന്നു പഠിച്ചതുമല്ല. പൗലോസിൻ്റെ പഠനത്തിൻ്റെ പ്രത്യേകത എന്താ? താൻ തന്നെ പറയും, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച്. 3 പദങ്ങൾ അതിൻ്റെ വിശദീകരണത്തിന് തരാം. കർത്താവിൽ നിന്ന് പ്രാപിക്കുക, പ്രാപിച്ചതിനെ പ്രായോഗികമാക്കുക, പ്രായോഗികമാക്കുന്നതിനെ മാത്രം പ്രഘോഷിക്കുക. എന്ന് 3 എണ്ണം കിട്ടിയോ? ഒന്നുകൂടെ പറയാം. കർത്താവിൽ നിന്ന് എന്തോ ചെയ്യണം? പ്രാപിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ റിസീവിങ്. അതാണ് കർത്താവിൽ നിന്ന് റിസീവ് ചെയ്യണം. അത് സഹോദരന്മാർക്ക് മാത്രമല്ല, സഹോദരിമാർക്കും. കർത്താവിൽ നിന്ന് തന്നെ എന്തോ ചെയ്യണം? അല്ലാതെ ഗൂഗിളിൽ നിന്നൊന്നും പ്രാപിക്കരുത്. അത് പടച്ചു വയ്ക്കുന്ന സായിപ്പിനും ഒരു ബോധം ഉണ്ടാകണമെന്നില്ല. ഉപദേശങ്ങളൊന്നും വേണ്ടും പോലൊന്നും ആകണമെന്നൊന്നുമില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് പ്രാപിച്ചത് എന്നും പറഞ്ഞാൽ പലരും കൈകാര്യം ചെയ്യുന്നു. വേദപുസ്തകവുമായിട്ട് ഉപദേശവുമായിട്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന ഉപദേശവുമായി പൊരുത്തമുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അതാണ് ഇന്ന് ഉപദേശ വൈരുദ്ധ്യതകൾ ഒത്തിരി ഉള്ളത്. ഏതെങ്കിലും ഇതൊക്കെ റെഫർ ചെയ്യുന്ന നല്ലതാണ്. പക്ഷേ നമ്മൾ ജനത്തിന് കൊടുക്കേണ്ടിയ ആത്മീയ ദൂത് ആരിൽ നിന്ന് പ്രാപിക്കണം? കർത്താവിൽ നിന്ന് പ്രാപിക്കണം. വുമൻസ് ബോർഡും ശ്രദ്ധിച്ചോണം, പ്രാപിക്കേണ്ടത് കർത്താവിൽ നിന്ന്. ആ പ്രാപിച്ചത് മുഴുവൻ എന്തോ ചെയ്യണം? പ്രായോഗികമാക്കണം, പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, പ്രാക്ടിക്കൽ ലൈഫിൽ അതാണ് പ്രായോഗികമാക്കുക എന്ന് പറയും. ഇനി പ്രായോഗികമാക്കിയതൊക്കെ എന്തോ ചെയ്യണം? പ്രഘോഷിക്കണം. ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ അക്ഷരം ഒന്നാക്കി തരുന്നത്. അത് മറന്നു പോകരുത്. 3 പദങ്ങൾ മറക്കരുത്. ഈ ക്യാമ്പിൽ വന്നു എന്നുള്ളത് കൊണ്ട് ചില വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ രൂപപ്പെടുത്തി കൊണ്ടുപോകണം. ആദ്യം കർത്താവിൽ നിന്ന് എന്തോ ചെയ്യണം? പ്രാപിച്ചതിനെ നിരുപാധികം എന്തോ ചെയ്യണം? പ്രായോഗികമാക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമ, സഹനം, ത്യാഗം, വിശുദ്ധി, വിശ്വസ്തത ആദിയായതെല്ലാം നാം പ്രാപിച്ച വിഷയത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കണം. ജീവിത പങ്കാളിയോടുള്ള ആത്മാർത്ഥത, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വ ബോധം, മാതാപിതാക്കളോടുള്ള ധന്യമായ കടപ്പാടിൻ്റെ നിർവഹണം, ഇതൊക്കെ നമ്മൾ പ്രായോഗികമാക്കണം. ഭാര്യയെ സ്നേഹിക്കാത്ത ഒരു പുള്ളി സഭായോഗത്തിന് എഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? പ്രസംഗം തകർത്തു വാരി ജനമെല്ലാം ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, രക്തത്താൽ ജയമൊക്കെ പറയുന്നു. ഭാര്യ അവിടെ നിന്ന് പറയാം, വീട്ടോട്ട് വാ ഞാൻ എന്നിരുന്ന് തലയാട്ടുകയോ മുറുമുറുക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രസംഗം കൊണ്ട് എന്തോ ഇല്ല. മനുഷ്യനെ അവിടെ ഇരി, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി എന്നൊരു ഭർത്താവിനോട് ശകാരിക്കുന്ന ഒരു ഭാര്യ വുമൻസ് ബോർഡിൽ എന്നെ പ്രകടനം കാണിച്ചാലും വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ പ്രാപണം പോലെ തന്നെ എന്തോ ചെയ്യണം? പ്രായോഗികമാക്കണം. പ്രായോഗികമാക്കിയതിനെ എന്തോ ചെയ്യണം? പ്രഘോഷിക്കണം. അതാണ്. അത് പറയാൻ അദ്ദേഹം യോഗ്യനാണെന്ന് ശ്രോതാക്കൾക്ക് ആൻറ്റി അത് പറഞ്ഞു. പുള്ളിക്കാരിക്ക് അത് പറയാൻ യോഗ്യതയുണ്ട്, അതുകൊണ്ടാണ് ജീവിതമുള്ള ആളാണ് എന്ന് പറയാൻ കഴിയണം. അതാണ് ആ 3 പദം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ചിന്ത പറയട്ടെ. പൗലോസിൻ്റെ പഠനത്തിൻ്റെ പ്രത്യേകത എന്താ? പാസേജും കൂടെ ഉള്ളത് കൊണ്ട് പറയുക. സമാഗമന കൂടാരം, പിന്നെ ന്യായപ്രമാണം, 10 കൽപ്പന പ്ലസ് 613 കൽപ്പന. അതാണ് മൊത്തം ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ. 10 കൽപ്പന സെപ്പറേറ്റ്, പിന്നെ 613. ഇതെല്ലാം കൂടെ പഠിപ്പിക്കാൻ സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണം, എന്തുകൊണ്ട് ഉണ്ടാക്കണം, എത്ര നീളം, വീതി, ഉയരം, ഓരോ ഉപകരണങ്ങളും എങ്ങനെ, ഇതെല്ലാം കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കേണ്ടതിന് ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തു. ആരെയാണ്? മോശയെ തിരഞ്ഞെടുത്തു. മോശയോട് പറഞ്ഞു, കയറുക മുകളിലേക്ക്. എവിടെയാ? സിനായി മലയുടെ നെറുകയിലേക്ക്. ഉപരിപഠനത്തിനു വേണ്ടി പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ UK-യിലും മാംഗ്ലൂരും പൂനെയിലും നയാഗ്രയിലും അങ്ങ് ന്യൂയോർക്കിലും ഒക്കെ പോകുന്നത് പോലെ മോശ എല്ലാവരോടും ബൈ പറഞ്ഞ് ദേ കയറിപ്പോന്നു സീനായി മലയുടെ മുകളിലേക്ക്. എത്ര ദിവസം ഇരുന്നു അവിടെ? 40 രാത്രികൾ പകലുകൾ അവിടെ ഇരുന്നു. അങ്ങനെ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതി, അതിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ നിയമസംഹിതകൾ, ഇതെല്ലാം അദ്ദേഹം പഠിച്ച് ഇറങ്ങി വന്നു. അതാണ് മോശ എന്ന പണ്ഡിതൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവപുരുഷൻ എന്നൊക്കെ 90-ാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ അരികിൽ പോയിരുന്ന് ദൈവത്തിൽ നിന്ന് കേട്ടു പഠിച്ച് മിടുക്കനായി ഇറങ്ങി വന്നയാൾ. അപ്പോൾ സമാഗമന കൂടാരത്തെ ന്യായപ്രമാണത്തെയും പഠിപ്പിക്കാൻ ദൈവം മോശ എവിടെ കൊണ്ടുപോയി? സീനായി മലയിൽ. പക്ഷേ സമാഗമന കൂടാരത്തേക്കാൾ തികവേറിയ കൂടാരം, സത്യകൂടാരം, അതേതാണ്? ദൈവസഭ. ദൈവസഭയുടെ ഉപദേശങ്ങൾ അത് 613 ഇഷ്ടം പോലെയാണ്. മത്തായി മുതൽ വെളിപ്പാട് വരെ കിടക്കുന്ന പുസ്തകങ്ങളിൽ വാരി നിറച്ചിട്ടുള്ള ലേഖനങ്ങളിൽ വാരി വിതറിയിട്ടുള്ള ഉപദേശങ്ങൾ എണ്ണിയാൽ അതൊന്നുമല്ല.
റോമാലേഖനം 12-ാം അധ്യായത്തിൽ തന്നെ 30 പ്രായോഗിക ഉപദേശങ്ങളുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? 30 പ്രായോഗിക ഉപദേശങ്ങളുണ്ട് റോമാലേഖനം 12-ൽ തന്നെ. അപ്പോൾ അങ്ങനെ വരുന്ന പറഞ്ഞാൽ ഓരോ അധ്യായങ്ങളിലും ഓരോ പുസ്തകങ്ങളിലും എത്ര ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളെ മുഴുവനും പഠിപ്പിക്കാൻ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തു. ആ പുള്ളിയുടെ പേരാണ് പൗലോസ്. തിരഞ്ഞെടുത്ത പൗലോസിനോട് സീനായി മലയുടെ നെറുകയിലേക്ക് വരാനല്ല പറഞ്ഞത്, അദ്ദേഹത്തെ കൊണ്ടുപോയത് 3-ാം സ്വർഗത്തിലേക്കാണ്. എവിടെ കൊണ്ടുപോയി? അപ്പോൾ ആരാ ഇതിൽ സ്കോളർ? ആരാന്ന് പറ. സീനായി മല യൂണിവേഴ്സിറ്റി പോയി പഠിച്ച പുള്ളിയാണോ, സ്വർഗത്തിൽ പോയി പഠിച്ച പുള്ളിയാണോ സ്കോളർ? ഞാനൊരു കാര്യം വളരെ ഭയത്തോടെ പറയാം, നമുക്കും അതിനുള്ള അവസരങ്ങളുണ്ട്. ചില വിശേഷ ദർശനങ്ങളും ആലോചനകളും ആത്മാവിൽ നമുക്ക് നൽകി ചിലത് പഠിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നമ്മളെ കിട്ടുന്നില്ല, അതാ കാര്യം. അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ്. അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി. ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ എന്തോ ചെയ്യണം? കിട്ടണം. നമ്മൾ ഡയറി എടുത്ത് നോക്കിയിട്ട് ദൈവത്തോടും തന്നെ പറയാം, കർത്താവ് ഈ വർഷം ഇനി ഒരു ഡേറ്റും ഇല്ല, മൊത്തം അവിടെ ഉപവാസം ഇവിടെ ഉപവാസം അവിടെ കൺവെൻഷൻ ഇവിടെ ക്യാമ്പ്, അങ്ങനെ മൊത്തത്തിൽ തിരക്കാം നമുക്ക്. അതുകൊണ്ട് ഒരു രക്ഷയില്ല. നമ്മളെ കിട്ടുന്നില്ല ദൈവത്തിന്. നമ്മളെ പഠിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. വേറെ ആർക്കും കൊടുക്കാത്ത ചിലത് നമുക്ക് മാത്രം തരാനും നമ്മളെ അങ്ങനെ വേദിയിൽ നിർത്താനും ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കാനും പ്രാപിക്കാനും എന്ത് ചെയ്യുന്നില്ല? ഇരുന്ന് കൊടുക്കുന്നില്ല. അത്യാവശ്യം പ്രസംഗക്കുറിപ്പിൻ്റെ പുസ്തകമൊക്കെ നമ്മുടെ ഉള്ളത് കൊണ്ട് മറിച്ചും തിരിച്ചും ഓരോ ദിവസവും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ അതല്ല, വേറെ ചിലത് വ്യത്യസ്തമായി തരാൻ കർത്താവിന് കഴിയും. നമ്മളെ കിട്ടണം ദൈവത്തിന്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, പൗലുസാണ് ഇങ്ങനൊരു വിഭജനം തരുന്നത്. പെണ്ണുങ്ങളെന്നൊരു പ്രയോഗം പൗലുസാണ് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന പദം സില്ലി വുമൺസ് എന്നാണ്. കാര്യഗൗരവമില്ലാത്ത, അലസ മനോഭാവമുള്ള, വികാര തീവ്രതയുള്ള, വികാരത്തിന് അതീതമല്ല അധീനമായി പോയ. മലയാള പ്രയോഗങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. വികാര തീവ്രതയ്ക്ക് അതീതമല്ല, പിന്നെ എവിടെയാ? അധീനമാണ്. ഏതെങ്കിലും ഒരു വികാരത്തിന് അടിമപ്പെട്ടു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സൈസ് വിശ്വസ്തതയില്ലാതെയാകുന്നു, വിശുദ്ധിയില്ലാതെയാകുന്നു, ജീവിത പങ്കാളിയോട് ആത്മാർത്ഥതയില്ലാതെയാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആളുകൾ, അവരെ വേദവസ്തു എന്തോ വിളിക്കുന്നു? പെണ്ണുങ്ങൾ. അവരുടെ ലക്ഷണം അവിടെ പറയുന്നുണ്ട്. എത്ര പഠിച്ചിട്ടും അവർക്ക് എന്തോ കിട്ടുന്നില്ല? പരിജ്ഞാനം കിട്ടുന്നില്ല. മനസ്സിലായോ? നാനാ മോഹങ്ങൾക്കും പിന്നെ ഭോഗാലസ ജീവിതത്തിനും അവർ മുൻപന്തിയിലാണ്. അതാണത്. കഴിക്കണം, കുടിക്കണം, ഭോഗിക്കണം എന്നിത്യാദി ചിന്തകളല്ലാതെ അവർ ഈ ടൈപ്പ് ഒരു സാധനമാണ് യോസഫിനെ വിശുദ്ധിയിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ ശ്രമിച്ച പൊത്തിഫറിൻ്റെ ഭാര്യ. മനസ്സിലായില്ലേ? അത് പെണ്ണുങ്ങൾ എന്ന ആ ഒരു ഗ്രൂപ്പിൽപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ പരിജ്ഞാനമില്ലാതെ ഭർത്താവിൻ്റെ മീതെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്ത്രീയാണ് ഇസബേൽ. അവരൊക്കെ ഏത് ഗ്രൂപ്പിൽപ്പെടും? ഏത് ഗ്രൂപ്പിൽപ്പെടും? ഉദാഹരണം വേണേൽ എഴുതിക്കോണം. പെണ്ണുങ്ങൾ എന്നുള്ളതിന് ഉദാഹരണം എഴുതിക്കോണം. പൊത്തിഫറിൻ്റെ ഭാര്യ, പിന്നെ ആരാ? ഇസബേൽ. പിന്നെ നിങ്ങൾ കണ്ടെത്തിക്കോണം. ഇതേപോലെ വഴിതെറ്റി ചരിത്രത്തിൽ ഇടം തേടിയിട്ടുള്ള പരാമർശിക്കപ്പെടുന്നവരുണ്ട്. ഭർത്താവിൻ്റെ മീതെ ആധിപത്യം സ്ഥാപിക്കാൻ ഒരു ഭാര്യയും വേദപുസ്തകം അനുവദിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാവരും പെണ്ണുങ്ങൾ എന്നുള്ള തലത്തിലാണ് വരിക. വാക്യം മറക്കരുത്. 2 തിമോത്തിയോസ് 3:7. ഓക്കെ, രണ്ടാമത്തെ നമ്പർ 2 എഴുതണം. സ്ത്രീകൾ എന്നാണ് പേര്. സ്ത്രീകൾ വിശേഷവിധിയായൊരു പ്രയോഗമാണ്. സ്ത്രീകൾ. അവരുടെ ലക്ഷണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾ എന്നിവർക്കുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സ്ത്രീകൾ. വാക്യം എഴുതിക്കോ. 1 തിമോത്തിയോസ് 2:9. 1 തിമോത്തിയോസ് 2:9, 3:11. 2 വാക്യങ്ങൾ എഴുതിക്കോണം. 1 തിമോത്തിയോസ്. നമ്മൾ മറ്റേത് എഴുതിയത് 2 തിമോത്തിയോസ് ആണ്. ഇത് 1 തിമോത്തിയോസ് 2:9, പിന്നെ 3:11. വായിച്ച 2 വാക്യങ്ങളും. കണ്ടോ? ആ പ്രയോഗം കണ്ടോ? ആ സംബോധന കണ്ടോ? ഔവണ്ണം പെണ്ണുങ്ങളെന്നല്ല, പിന്നെ സ്ത്രീകൾ. സ്ത്രീകൾ. വായിച്ചേ. യോഗ്യമായ, അവരുടെ ലക്ഷണം പറയുന്നത് കേട്ടോ. യോഗ്യമായ വസ്ത്രധാരണം, പിന്നെ ലജ്ജാശീലം. സ്ത്രൈണതയുടെ ഒരു സൗന്ദര്യമാണ് ലജ്ജാശീലം എന്ന് പറയുന്നത്. ലജ്ജാശീലം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ നഖം കൊണ്ട് കളവും വരച്ച് നഖം കടിച്ച് ഒരുമാതിരി വളഞ്ഞു തിരിഞ്ഞ് ചളുങ്ങി നിൽക്കുന്നതിനല്ല ലജ്ജാശീലം എന്ന് പറയുന്നത്. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു ഭാര്യയാണ്, ഞാനൊരു അമ്മയാണ്, ഞാനൊരു വല്യമ്മച്ചിയാണ്, ഞാനൊരു ആൻറ്റിയാണ് എന്ന ബോധത്തോടുകൂടെ സംസാരിക്കുകയും നോക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആ പ്രവണതയ്ക്കാണ് എന്തോ പറയുക?
ലജ്ജാശീലം. ഒരു പുരുഷനെ പോലെ ചാടാനും ഓടാനും മതിൽ കയറാനും മരത്തെ കയറാനും ഒന്നും ഒരു സ്ത്രീയെ അനുവദിക്കുന്നില്ല സമൂഹം. കയറുന്നവരൊക്കെ ഉണ്ടാകാം, പക്ഷേ സമൂഹം അനുവദിക്കുക. അങ്ങനെ കയറുന്നവരെ നമ്മൾ എന്തോ വിളിക്കണം? അരയ്ക്കാൻ തേങ്ങയില്ല, അതിനാ ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞൊരു സ്ത്രീ തെങ്ങിലോട്ട് കയറുകയാണെങ്കിൽ അവളെ സ്ത്രീ എന്നല്ല വിളിക്കേണ്ടത്, എന്തോ വിളിക്കണം? പെണ്ണുങ്ങൾ എന്നുള്ള ടൈപ്പാണ്, വേറൊരു സ്റ്റൈലാണ് അവരുടെ ലൈഫ്, ആദർശമൊക്കെ വേറെ ഒന്നാണ്. അതാ എൻ്റെ സംഗതി. പൊട്ടിച്ചിരിക്കുക, അട്ടഹസിക്കുക, അങ്ങനെയൊക്കെയുള്ള. ചിരിക്കാം, സ്ത്രീകൾക്ക് ചിരിക്കാം, പക്ഷേ അതിനകത്ത് സ്ത്രൈണതയുടെ ഒരു ഭാവം വേണം. സ്ത്രൈണത എന്ന് പറയുന്നതാണ് ഇവിടെ ലജ്ജാശീലമെന്ന് പറയുന്നത്. സ്ത്രീക്ക് അവളുടേതായിരിക്കുന്ന സ്ത്രൈണതയുടെ അച്ചടക്കം വേണം. അതാണ് അവളുടെ സൗന്ദര്യമെന്നും. അല്ലാതെ ഫെയർ ആൻഡ് ലവ്ലി പൊട്ടി അടിക്കുന്ന പോലെ വാരി തേച്ചോണ്ട് നടക്കുന്നൊന്നുമല്ല സൗന്ദര്യം. സ്വഭാവത്തിൻ്റെ മഹിമയാണ് സ്ത്രീ സൗന്ദര്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ലജ്ജാശീലം. പിന്നെന്താ? സുബോധം. എന്താ സുബോധം? സോബർ മൈൻഡ് എന്നാണ് അതിൻ്റെ പേര്. സോബർ മൈൻഡ്. വുമൻസ് ബോർഡിൽ ആർക്ക് പറയാം? സോബർ മൈൻഡ് അഥവാ സുബോധം എന്നുള്ളതിൻ്റെ വേദപുസ്തക ഭാഷ എന്താ? സുബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സുബോധം, സോബർ മൈൻഡ്. അതിൻ്റെ ആശയം എഴുതിക്കോണം. സുബോധം എന്ന് പറഞ്ഞാൽ വീണ്ടു വിചാരം, വകതിരിവ്. അതിൻ്റെ വിശദീകരണം എന്തു വേണം, എന്തു വേണ്ട, എന്ത് തള്ളണം, എന്ത് കൊള്ളണം, ഈ വകതിരിവാണ് എന്തോ പറയുന്നത്? സുബോധം. ഓക്കെ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, കഴിച്ചോ, കുടിച്ചോ, ഉടുത്തോ, ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? സുബോധമുള്ള ആളിനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. ഇതാരെങ്കിലും എനിക്കൊരു ഗുഡ് മോർണിംഗ് തരണേന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ജീവികളൊക്കെ അവസാനം പെട്ടുപിഴച്ച് നാശമായി പോകും. മനസ്സിലായില്ലേ? വെറുതെ ചിലർ നമ്മളെ ഇങ്ങനെ മെസ്സേജും ഒക്കെ അയച്ച് നമ്മളെ അവരുടേതാക്കാൻ ശ്രമിക്കുന്ന, അവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന, അവരുടെ വിചാര തീവ്രതകൾക്ക് നമ്മളെ ഇരയാക്കാൻ ശ്രമിക്കും, ആണിനെയും പെണ്ണിനെയും. അപ്പോൾ ഇത് വേണോ വേണ്ടയോ, തള്ളണോ കൊള്ളണോ, ഇതിൽ ഇരുട്ടെങ്ങനെ, ഇതിൻ്റെ പ്രകാശം എന്താ, ഇതിൻ്റെ സത്യധർമ്മ ന്യായ നീതി എന്താ എന്ന് വകതിരിച്ചറിയാൻ കഴിയുന്ന കഴിവിനെയാണ് എന്താ വിളിക്കുക? സുബോധം. സുബോധമുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ സുബോധത്തിൽ വളർത്താൻ പറ്റുള്ളൂ. കുഞ്ഞു പറയുന്നൊരാവശ്യം സുബോധത്തോടെ, വീണ്ടു വിചാരത്തോടെ അതിനെ അപഗ്രഥിക്കണം, ആഴത്തിലറിയണം. അപ്പം പറയും വാങ്ങിച്ചു കൊടുത്തേരെ, വാങ്ങിച്ചു കൊടുക്കുന്നില്ല, ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. മമ്മിമാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മൾ ശുപാർശ ചെയ്താലും അവരെന്ത് ചെയ്യത്തില്ല. നിങ്ങളാ കൊച്ചിനെ ഇന്ദ്രാക്ഷിയാക്കുന്നതെന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പിന്നെ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്പം കൂടെ ഡിസേണിങ് പവർ അവർക്കുണ്ട്. അത് ആ ഡിസേണിങ് പവറിനാണ് ഈ സുബോധം എന്ന് പറയുന്നത്. അതുകൂടെ വേണം എഴുതിക്കോ. ഡിസേണിങ് ആണ്, വിവേചനാത്മകമായി കാര്യങ്ങളെ തിരിച്ചറിയുക. എല്ലാവരും ശ്രദ്ധിച്ചു. വിവേചനാത്മകമായി മോള് പറഞ്ഞതുപോലെ ഇപ്പം ചെയ്തു കൊടുത്താൽ, മോള് പറഞ്ഞതുപോലെ ഇപ്പം കാശ് കൊടുത്താൽ, മോൻ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്താൽ അതിൻ്റെ നാളെയുടെ അവസ്ഥ എന്താകും, അതിൻ്റെ ഭാവി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ഡിസേൺ ചെയ്യാൻ കഴിയുന്ന കഴിവിനെയാണ് എന്താ പറയുക? ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധ്വാനത്തിൻ്റെ കാര്യം, ശുശ്രൂഷയുടെ കാര്യം, ചുമതലകളുടെ കാര്യം അതും ഇതുമെല്ലാം ഒത്തിരി ഉള്ളതുകൊണ്ട് ചോദിക്കുന്ന മാത്രയിൽ എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ കാര്യം നോ അല്ലെങ്കിൽ യെസ് പെട്ടെന്നങ്ങ് പറയുകയോ ചെയ്യുക. അതിനെ ഒന്ന് തിരിച്ചറിയാൻ, വിവേചിച്ചറിയാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരത്തില്ല. പക്ഷേ അതിൻ്റെ പവർ കൂടുതലും സ്ത്രീകൾക്കാണ്. അപ്പോൾ അവർക്ക് സുബോധം, സോബർ മൈൻഡുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യപരിപാടികളെല്ലാം അതിൻ്റെ തനിമയോടുകൂടെ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഈ 3 സംഗതികൾ അവിടെ പറയുന്നു. വായിച്ച്, അടുത്ത വായിച്ച്. സുബോധത്തോടും തങ്ങളെ അലങ്കരിക്കണം. അപ്പോൾ സ്ത്രീയുടെ അലങ്കാരം, ആരെയാണ് സ്ത്രീ എന്ന് പറയാവുന്ന ഈ 3 സംഗതികൾ ക്രമാനുഗതമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട സംസ്കാര തനിമയുള്ളവരെയാണ് എന്താ വിളിക്കാവുന്നത്? സ്ത്രീകൾ. ഇനി 3:11 കൂടെ വായിച്ച്. കനശാലിത്വം. അടുത്ത യോഗ്യത കണ്ടോ? കനശാലിത്വം. കനശാലിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആരോടും മിണ്ടാതെ, മുഖമൊക്കെ വലിഞ്ഞു മുറുകി ഒരുമാതിരി പരുവത്തിൽ, ആരെയും ചിരിച്ച് കാണിക്കാതെ അങ്ങനെയൊക്കെ പോകണമെന്നുള്ളതാണോ കനശാലിത്വം എന്ന് പറയുന്നത്? കനശാലിത്വം എന്ന് പറയുന്നത് തൻ്റെ വ്യക്തിത്വത്തെ സൂക്ഷ്മതയോടുകൂടെ കാക്കാൻ കഴിയുന്ന ഒരാളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ വാചകം ആവർത്തിക്കുകയാണ്. ഞാൻ ഒരാളുടെ ഭാര്യയാണ്, ഒത്തിരി പേരുടെ അല്ല, ഒരാളുടെ ഭാര്യ. ഞാൻ 1, 2, 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കിയാണ് വളരേണ്ടത്. മനസ്സിലായില്ലേ? എൻ്റെ ഭർത്താവിന് ഞാൻ എന്നും ഒരു കിരീടമാകണം. ആ ബോധ്യത്തോടുകൂടെ തന്നെത്താൻ സൂക്ഷ്മതയോടെ ജീവിക്കുന്നയാൾ, അതാണ് കനശാലിത്വം. അങ്ങനെ വരുമ്പം
വേറൊരാളോട് കൊഞ്ചിക്കൊഴയാനും വേറൊരാളുടെ അഭിപ്രായത്തിന് മറുപടി പറയാനും അങ്ങനെ വഴിയാധാരമാകാനൊന്നും പറ്റത്തില്ല. കനശാലിത്വം. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതല്ല, പകരം അതിനെ വിവേചിച്ചറിഞ്ഞിട്ട് അതിനെ ഗൗരവമായി കാണാൻ കഴിയും. കൂടുതൽ വാചകമൊന്നും അടിക്കേണ്ട കാര്യമില്ല. ചില ആളുകളുടെ ഇംഗിതത്തിന് മുമ്പിൽ നിങ്ങളുടെ ഒരു ഒറ്റ നോട്ടം മതി, അവൻ ദഹിച്ചു പോകും. ഒന്നും പറയാൻ പോണ്ട, അസഭ്യ വാക്കുകളൊന്നും പറയാൻ പോണ്ട. ഒരൊറ്റ നോട്ടം നോക്കുമ്പോഴേ അവൻ്റെ താല്പര്യം അതോടെ അങ്ങ് കത്തിപ്പോവും. അതാ എൻ്റെ സംഗതി. അപ്പോൾ അവന് മനസ്സിലാവും പണി ഇവിടെ നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാവും. ഈ നോട്ടം എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞത് കനശാലിത്വത്തിൻ്റെ നോട്ടമാണ്, അല്ലാതെ കൊഞ്ചിക്കൊഴിഞ്ഞ് ഒരുമാതിരി വല്ലാതെ നമ്മുടെ പെമ്പിളർ പോയെടുക്കാം വേറെ ആരും കാണും കേട്ടോ എന്നൊക്കെ പറയുമ്പോഴേ അറിയാം വേറെ ആരും കാണുമ്പോഴാണ് കുഴപ്പമുള്ളത് എന്ന് അവന് മനസ്സിലാവും. അവൻ അങ്ങനൊരു വ്യാഖ്യാനം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? എന്നാൽ ആരും കാണാത്തിടത്ത് വെച്ച് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനൊരു ഇതിലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനൊരു സാധ്യതയ്ക്ക് അടുത്ത ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാകാത്ത വിധം ഒരൊറ്റ നോട്ടം, ഒരൊറ്റ ശാസന, അതോടുകൂടെ അവൻ ദഹിക്കണം. അങ്ങനെ ജീവിതത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് ഘനശാലിത്വം. ഈ ഘനശാലിത്വത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സഭയുടെ അധ്യക്ഷന്മാർക്കും എന്തോ വേണമെന്ന് പറയുന്നുണ്ട്. അധ്യക്ഷന്മാർ ഘനശാലികളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു കല്യാണം നടക്കുമ്പോൾ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിറങ്ങി. വധുവിൻ്റെ ഭാഗത്തു നിന്ന് വരൻ്റെ ഭാഗത്തു നിന്നുള്ള 2 വണ്ടികളും വന്നിങ്ങനെ നിറഞ്ഞു, ആളിൻ്റെ തിരക്കാണ്. അപ്പം നമ്മുടെ ചർച്ചിലുള്ള ഒരു മോള് വിവാഹത്തിന് വേണ്ടി ആയതുകൊണ്ട് അവളൊരു നല്ല ചുരിദാറൊക്കെ വാങ്ങിച്ച് അതിങ്ങനെ തിളങ്ങുന്ന ഗ്ലാസ് പീസൊക്കെ വെച്ച് ഒരു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പുള്ളിക്കാരി കൊണ്ട് വന്നപ്പോൾ നമ്മുടെ സഭയിലെ പാസ്റ്റർ, പുള്ളി ഇപ്പോൾ അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് മാറി, ഞങ്ങളൊക്കെ ഭയങ്കര അഭിമാനത്തോടെ കാണുന്ന ഒരു ദേവദാസൻ. അദ്ദേഹം ഈ മോൾ ഇങ്ങോട്ട് വന്നപ്പം ആഹാ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞു. പാസ്റ്ററുടെ വായിൽ നിന്ന് അടിപൊളി എന്ന് കേട്ടപ്പം ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കുട്ടി പാസ്റ്ററുടെ അരിയിലോട്ട് വന്നിട്ട് പറയുകയാണ്, അഭിനന്ദിച്ചതിന് വളരെ നന്ദിയുണ്ട്, പക്ഷേ പാസ്റ്റർമാരുടെ വായിൽ നിന്ന് വരേണ്ട വാക്കല്ല അതൊന്ന് സൂക്ഷിക്കണേ. ചുറ്റുപാടും നിന്ന് ഞങ്ങളങ്ങ് ദഹിച്ചു പോയി അത് കേട്ടപ്പോൾ. അപ്പോൾ പിന്നെ ആ പാസ്റ്ററുടെ കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി. പുള്ളി അങ്ങ് ആയുസായതുപോലെ അങ്ങ് നിന്നുപോയി. പാസ്റ്റർമാർ പറയേണ്ട വാക്കല്ല അത് കേട്ടോ, അതൊക്കെ ലോകം പറയേണ്ട വാക്കാണ്. ഒരു ഇടയനെ ആ ചർച്ചിലെ ഒരു പെൺകുട്ടി ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രതികരണത്തിനുള്ള ആർജവത്വം, അതാണ് കനശാലിത്വം. പ്രതികരണത്തിനുള്ള, ചുമ്മാ വഴക്കുണ്ടാക്കാനല്ല പറയുക, അതതിൻ്റെ പരിജ്ഞാനത്തോടെ. ഞാൻ പിന്നെ അവളോട് പറഞ്ഞിടി കുഞ്ഞെ, നീ ഞാൻ പറഞ്ഞ വാചകം സൂപ്പറാണ്, പക്ഷേ ഞങ്ങളാരും കേൾക്കാതെ അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി പറയണ്ടായിരുന്നോ? അല്ല, എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഈ പ്രതികരണത്തിൻ്റെ ആ അനുഭവമാണ് ഘനശാലിത്വം എന്ന് പറയുന്നത്. വല്ലവരും ചെയ്താൽ, വല്ലതും പറഞ്ഞാൽ, അസഭ്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും തെറ്റായ ഒരു വികാരത്തിന് മുൻപിൽ ആ അവസ്ഥയിൽ അവൻ നിങ്ങളോട് പ്രതികരിക്കുന്നവരെ അതിനെ അങ്ങനെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല, പ്രതികരിക്കാൻ കഴിയണം. പ്രതികരിക്കാൻ കഴിയാത്തവർക്കൊരു പേരുണ്ടെന്നോ എന്നറിയാമോ? ഒന്നിനും പ്രതികരിക്കുന്നില്ല. വണ്ടി കയറി ഇരുന്ന് തോണ്ടിയാലും ആരെങ്കിലും തോണ്ടിയാലും പ്രതികരിക്കുന്നില്ല. ഇറങ്ങുന്നിടം വരെ അത് സഹിച്ചങ്ങിരിക്കുക. അയ്യോ അത് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും അറിയുമല്ലോ, മോശമാവുമല്ലോ എന്നൊക്കെ ഓർത്ത്. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന വണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് കയറിയ നാഗർകോവിൽ ബസ്, ഫ്രണ്ടിൽ മുതിർന്ന സ്ത്രീകൾ മാത്രമെന്ന് എഴുതി വച്ചിരിക്കുന്ന സീറ്റിൽ 3 പുരുഷന്മാരിരിക്കുകയാണ്. കുറേ അമ്മച്ചിമാരൊക്കെ വന്ന് ഇങ്ങനെ വണ്ടിയിൽ തൂങ്ങി ആടി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വെടിവെച്ചങ്കോവിൽ വന്നപ്പോൾ ഒരു പെൺകുട്ടി കയറി, 19-20 വയസ്സ് കൂടുതലൊന്നും കാണത്തില്ല, സീറ്റില്ല, എല്ലാവരും ഇങ്ങനെ നിൽക്കല്ലേ. അവൾ, ഇത് സ്ത്രീകളുടെ സീറ്റല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നു? ആ സ്ത്രീകളുടെ സീറ്റ് സ്ത്രീകൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അവൾ തിരിഞ്ഞ് അവരോടൊന്നും പറയാതെ കണ്ടക്ടറോട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വണ്ടിയിൽ നടന്ന സംഭവമാണ്, കണ്ടക്ടറോട്, ഹലോ, യാത്രക്കാരുടെ നിന്ന് ടിക്കറ്റ് മാത്രം വാങ്ങിക്കാനല്ല കണ്ടക്ടറെ ആക്കിയിരിക്കുന്നത്, സ്ത്രീകളുടെ സുരക്ഷയും കൂടെ നിങ്ങൾ ഉറപ്പാക്കണം, വണ്ടി നിയമം പോലീസ് സ്റ്റേഷനിലോട്ട് പോട്ടെ. എന്നാ ആർജ്, ഞാനോടത്ത് ഇവിടെ പോലീസ് വല്ലതും ആണോ? ഇത്തരം കണ്ടക്ടറോട് പറഞ്ഞതേ ഉള്ളൂ. ആ ഇരുന്ന തടിയാമുട്ടന്മാർ 3 പേരും ചാടി എഴുന്നേറ്റ് പുറകോട്ടങ്ങ്, അവരെന്ത് ചെയ്യുന്നു പോലും പിന്നെ കണ്ടില്ല.
എന്നിട്ട് അവളിരുന്നില്ല, അതാ രസം, അവളുടെ പരിജ്ഞാനം. അവളിരുന്നില്ല, അവിടെ നിന്ന് തൂങ്ങി നിൽക്കുന്ന 3 അമ്മച്ചിമാരെ അവിടെ പിടിച്ചിരുത്തി. ഞങ്ങളവിടെ ഇരിക്കുക, ഇത്രയും സീറ്റ് നമുക്ക് അവകാശപ്പെട്ടതാ, അതിനകത്ത് വേറെ ആർക്കെങ്കിലും, മോദിക്ക് പോലും ഇരിക്കാൻ പറ്റത്തില്ല അതിനകത്ത്. അവൾ പറയുക, മോദിക്ക് പോലും അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് അവകാശപ്പെട്ടതാ, ഇത് ചുമ്മാ കയറി നിന്നാൽ പോരാ എന്നും പറഞ്ഞ് അവളൊരു പ്രസംഗം കൂടെ സല്യൂട്ട് ചെയ്തു പോയി ആ കുട്ടിയെ. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പ്രതികരിക്കാൻ നമ്മുടെ അവകാശങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന തിക്തനൊമ്പരങ്ങളെക്കുറിച്ച് അന്നേരം പ്രതികരിക്കാൻ പറ്റുന്ന ആ പ്രതികരണ ആർജവത്വം, അതിനെയാണ് എന്തോ പറയുന്നത്, കനശാലിത്വം. അതാണ് കനശാലിത്വം. ഈ പ്രതികരണം ഇല്ലാത്തവർക്ക് എന്തോ ഒരു പേരുള്ളത്? കമോൺ, ബോർഡ് പറ. ബോർഡ് പോലെ അങ്ങിരിക്കുക, ഉത്തരങ്ങളൊന്നുമില്ല. പ്രതികരിക്കാത്തവർക്കുള്ളൊരു പേരാണ്, ലളിതമായൊരു പേരാണ് പ്രതിമ. അവരുടെ പേരെന്തുവാ? അവിടെ ഇവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ നെയ്യാറ്റിൻകരയൊക്കെ ഉണ്ടല്ലോ, പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? കാക്ക വന്നിരുന്ന് കാഷ്ടിക്കുന്നുണ്ട്, ഒരു പ്രതികരണമില്ല. പുള്ളി ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. കാക്കയെ ഓടിക്കുന്നില്ല, കാക്കയെ വഴക്ക് പറയുന്നില്ല, ഇതെല്ലാം സഹിച്ചുകൊണ്ട് പുള്ളി അങ്ങനെ അങ്ങ് ഇരിക്കുക. അപ്പോൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരായി പോവും? പ്രതിമയായി പോവും. അതുകൊണ്ട് പ്രതികരിക്കാനുള്ള ആർജവത്വത്തെയാണ് ഖനശാലിത്വം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഇതായിട്ട് വായിച്ചേ. ഏഷണി പറയാതെ അതൊരു തീരുമാനമെടുത്ത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകാവൂ. ആരുടെയും ഏഷണി ആരോടും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്തവരെയും കൂടെ പിടിച്ചു നിർത്തി, ചേച്ചി കേട്ടായിരുന്നോ, അറിഞ്ഞായിരുന്നോ? ഇല്ല, അവിടെ നിൽക്കുക, ഞാൻ പറയാം. ആരാണ്ടരുടെ കൂടെ പോയെന്നും എന്താണ്ടൊക്കെ സംഭവിച്ചെന്നും ആ പാസ് അങ്ങനെയാണെന്നും ആ പാസ്റ്ററുടെ ഭാര്യ ഇങ്ങനെയാണെന്നും 10 പേരോട് പറയുമ്പോഴേ നമുക്ക് എന്തോ ഉണ്ടാവുള്ളൂ, ഒരാശ്വാസം. വേറൊരു മനുഷ്യൻ്റെയും യാതൊരു ദോഷങ്ങളും നമ്മൾ കേട്ടത് നമ്മിൽ തന്നെ അസ്തമിക്കണം. ഒരു കാരണവശാലും അത് വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. അറിഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാൻ, താല്പര്യമില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ അറിയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറണം. കാരണം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൃപ ലീക്ക് ചെയ്ത് പോകും. ആരോടും പറയേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ വസ്തുത. അപ്പം ഈ ഏഷണി പറയാതെ, ഏഷണി നമ്മൾ ആരെക്കുറിച്ചെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം എന്താണെന്നറിയാമോ? മിരിയാം കനാനിൽ പോകാതിരുന്നതിൻ്റെ കാരണം എന്താ? മിരിയാം കനാനിൽ പോയില്ല. കാദേശിൽ വന്നപ്പോൾ മിരിയാം മരിച്ചു, അവളെ അവിടെ അടക്കം ചെയ്തു. അതിനു മുമ്പ് കരിങ്കുഷ്ഠമെന്ന് പറയുന്നൊരു രോഗം ബാധിച്ചാണ് മരിക്കുന്നത്. ശരീരത്തിൻ്റെ സ്കിന്ന് മുഴുവനും അങ്ങോട്ട് ജീർണിച്ചിട്ട് അസഹ്യമായി ദുർഗന്ധം വമിക്കുമായിരുന്നു. പാളയത്തിൻ്റെ വെളിയിൽ 7 ദിവസം പോയി കിടന്നിട്ട് തിരിച്ചു വന്നു. രോഗം മാറിയൊന്നുമില്ല, ആ രോഗം അവസാനം വരെ ഉണ്ടായിരുന്നു. കാദേശിലെത്തുമ്പോൾ ആ രോഗത്താൽ അവൾ മരിക്കുകയാണ്. പുറപ്പെട്ട് ജനം ഇങ്ങനെ കൂട്ടമായി പുറപ്പെട്ടു പോകുമ്പോൾ ഈ മഞ്ചൽ, ഇവിടെ ചുമക്കുന്ന മഞ്ചൽ ഫ്രണ്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പുറകിൽ വരുന്നവർക്ക് ദുർഗന്ധമായതുകൊണ്ട് ജനമെല്ലാം പോയി കഴിഞ്ഞ് ഏറ്റവും പുറകിലാണ് ഈ മിരിയാമിൻ്റെ മഞ്ചം ചുമക്കുന്നവർ. ജീവനോടെ മഞ്ചത്തിൽ അവളെ ചുമന്നുകൊണ്ട് വന്നു. കാദേശിലെത്തിയപ്പോൾ അവൾ മരിച്ചു. 12-ാം അധ്യായം സംഖ്യയിൽ നിങ്ങൾ വായിച്ചു നോക്കണം ഒരു കാര്യം. മിരിയാമിനെക്കുറിച്ച് പറയുന്ന അവൾ മോശയെക്കുറിച്ച് എന്ത് ചെയ്തു? ദൂഷണമാണ് പറഞ്ഞ്. മോശയെക്കുറിച്ച് ദൂഷണം പറഞ്ഞു. അവിടെ ഒരു പ്രത്യേക പ്രയോഗം ദൈവാത്മാവ് ചരിത്രം എഴുതുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. മോശയെക്കുറിച്ച് അവൾ പറഞ്ഞത് മോശ കേട്ടില്ല. ആര് കേട്ടു? യഹോവ കേട്ടു. ഇത് തന്നെയാണ് ദൂഷണം പറയുന്നവരെല്ലാം ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആരെക്കുറിച്ച് ദൂഷണം പറഞ്ഞു, ആ ദൂഷണം ആ വ്യക്തി എന്ത് ചെയ്തിട്ടില്ല? കേട്ടിട്ടില്ല. പക്ഷെ ആര് കേട്ടിട്ടുണ്ട്? നിങ്ങൾ ആരെക്കുറിച്ച് ദൂഷണം പറഞ്ഞു ആ വ്യക്തി ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ഈ കേസ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ദൈവമാണ്. പണി കിട്ടും നമുക്ക്. അതുകൊണ്ട് ദൂഷണം പറയാതെ. അടുത്തതെന്താ പറഞ്ഞിരിക്കുന്നത്? നിർമ്മതമാർ. നിർമ്മതത്വം, സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നിർമ്മതത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മതരഹിതം. മതരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? വികാരത്തിനടിമപ്പെട്ടു പോകാതെ വികാര നിയന്ത്രിതമായ അവസ്ഥ. പുരുഷന്മാർക്ക് വികാര തീവ്രതയുണ്ട്. അവരുടെ കോപം, അവരുടെ ചില വികാര തീവ്രതകളൊക്കെ അടക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ഭയങ്കര കഴിവ് സഹനമാണത്. സഹനം. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എത്ര വർഷം വേണമെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കും, കുഴപ്പമില്ല. 4 വിവാഹം കഴിച്ച പാസ്റ്ററെ എനിക്ക് നേരിട്ടറിയാം. ഫോൺ നമ്പർ വേണേൽ തരാം. ആദ്യത്തെ ഭാര്യ 16 കൊല്ലം കൂടെ ഉണ്ടായിരുന്നു, അവർ മരിച്ചു. അതിനുശേഷം ആ അടക്കം ചെയ്ത പുള്ളിക്കാരിയുടെ
കുഴിമാടത്തിൻ്റെ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് പുള്ളി രണ്ടാമത്തെ കല്യാണം കഴിച്ചു. ആ രണ്ടാമത്തെ കല്യാണത്തിലെ പുള്ളിക്കാരി 6 മാസമേ കൂടെ താമസിച്ചുള്ളൂ. അവർ ക്യാൻസർ ആയിരുന്നു, അവർ മരിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു കല്യാണം. ഇപ്പം 4ാമത്തെ ഭാര്യ കൂടെ നിൽക്കുന്നത്. അവരെന്നാ പോകുന്നതെന്ന് ഒരു പിടിയില്ല. മനസ്സിലായല്ലോ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയുള്ള ചില രീതിശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആയുഷ്കാലം മുഴുവനും വൈധവ്യം എന്തില്ലായ്മയും എന്തു വല്ലായ്മയുമാണെങ്കിലും അത് ഞാൻ ഏറ്റുകൊള്ളാം. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ സഹനത്തോടെ ജീവിക്കാൻ കഴിയുന്ന, വികാരത്തെ അടക്കാൻ കഴിയുന്നു. വികാരമെന്ന് ഞാൻ പറയുന്ന, ഒരുപക്ഷെ വികാരമെന്ന പദം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന സെക്സ്വലായിരിക്കും. അതുമാത്രമല്ല വികാരം. കോപമൊരു വികാരമാണ്, സ്നേഹമൊരു വികാരമാണ്, വിദ്വേഷം ഒരു വികാരമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ വികാരങ്ങൾ പലതാണ്. ഈ വികാരങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം? അടക്കാൻ പറ്റണം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പെണ്ണെന്ന പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കരയാൻ അവർക്ക് കണ്ണുനീര് വേണം, സന്തോഷിക്കാനും കണ്ണുനീര് വേണം. വല്ലാതെ സന്തോഷം വന്നാൽ അവരെന്തോ ചെയ്യും? കരഞ്ഞു പോകും. വേദന വന്നാലും എന്തോ ചെയ്യും? കരഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ സംഗതി. കുഞ്ഞിനെ വാരിയിട്ട് തല്ലും അപ്പൻ തല്ലിയിട്ട്, നമ്മളൊക്കെ തല്ലിക്കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഗർജനം കൂടുണ്ട്. കൊച്ചുങ്ങൾ തല്ലുകൊണ്ട് വിഷമിച്ച് കരയുമ്പം ഇവിടെ ആരുടെയും ശബ്ദം കേൾക്കരുത്, മിണ്ടതിരുന്നോണം എന്ന് പറഞ്ഞാൽ തല്ലുകൊണ്ട് വേദനിക്കുന്ന കുഞ്ഞിന് കരയാൻ പോലും നമ്മളെന്തോ ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അമ്മ തല്ലുന്നതിന് വേദനയുണ്ട്. അമ്മയുടെ തല്ല് കൊണ്ടിട്ട് കരയുന്ന കുഞ്ഞിൻ്റെ കൂടെ ഇച്ചിരി കഴിയുമ്പം തള്ളയും കൂടെ വന്നിരുന്ന് കരയുന്ന കാണും. രണ്ടുപേരും കൂടെ കരയുകയാണ്. മനസ്സിലായോ? അമ്മ തല്ലുമ്പോൾ ഉള്ള ഭയങ്കര വേദന എന്താണെന്നറിയോ? തല്ലിൻ്റെ വേദനയല്ല, അത് കഴിഞ്ഞ് കൂടെ വന്നിരുന്ന് ചേർത്ത് പിടിച്ചിട്ട് മമ്മി എന്തിനാ പൊന്നുന്നെ തല്ലിയെന്നറിയാവോ എന്നൂടെ ചോദിക്കുമ്പോൾ നമ്മൾ ആകപ്പാടെ അങ്ങ് അണപൊട്ടിപ്പോവും. ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം കൊടുക്കും. മമ്മിമാരെയൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ മമ്മിമാരൊന്ന് ഓർത്ത് നോക്കിയാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തല്ലിയപ്പം നിങ്ങൾക്ക് ആ സത്യത്തിൽ നൊന്തത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വികാര തീവ്രമായിരിക്കുന്ന അവസ്ഥയെ അവരനുഭവിക്കുന്നു. അപ്പോൾ തന്നെ അതിനെ ആസ്വദിക്കാൻ അവർക്ക് കഴിയുന്നു, അടക്കാൻ അവർക്ക്. അതാണ് മതരഹിതം എന്ന് പറയുന്നത്. അപ്പം നിർമ്മതത്വം. ആനയ്ക്ക് മതവിളയെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രത്യേക വികാരത്തിൻ്റെ തിരത്തള്ളലിൽ അത് അനിയന്ത്രിതമായി പോവുകയാണ്. അതിനെയാണ് മതവിളയി എന്ന് പറഞ്ഞത്. അപ്പം സ്ത്രീ നിർമ്മതത്വമുള്ളവൾ എന്ന് പറഞ്ഞാൽ ഈ വികാര തീവ്രതയ്ക്ക് അടിമയാകുക എന്നുള്ളതല്ല, ഏത് വികാരത്തെയും അടക്കാൻ കഴിയുന്നൊരു കപ്പാസിറ്റി. അതാണ് സ്ത്രീത്വത്തിൻ്റെ സവിശേഷത. അടുത്ത വായിച്ച താഴോട്ട്. എല്ലാറ്റിലും ആരായിരിക്കണം? ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, ജനിപ്പിച്ച മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം, ജീവിത പങ്കാളിയോട് വിശ്വസ്തരായിരിക്കണം, നിങ്ങൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങളോട് വിശ്വസ്തരാകണം, സമൂഹത്തോട് വിശ്വസ്തരാകണം, അയൽവാസികളോട് വിശ്വസ്തരാകണം. ഒത്തിരി ഉത്തരവാദിത്വങ്ങളാണ് നിങ്ങൾക്ക്. ഇതിലെല്ലാം നിങ്ങൾ ആരാകണം? വിശ്വസ്തരാകണം. ഇവരെക്കുറിച്ച് ഞാനൊരു കാര്യം അവർ കേൾക്കാതെ നമ്മൾ മാത്രം പറയാം, നിങ്ങൾ കേൾക്കണ്ട ഈ പറയുന്നു. ഓക്കെ, ഇവരുടെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലല്ല, എത്രയോ കാര്യങ്ങളിലാണ്. രാവിലെ ബെഡ്റൂമിൽ നിന്ന് ഉണർന്നിട്ട് നേരെ അടുക്കളയിലേക്ക്, കാപ്പി ഉണ്ടാക്കി പല മുറികളിലേക്ക്, പിന്നെ മുറ്റത്തേക്ക്, പിന്നെ അടുക്കളയുടെ പിന്നാമ്പുറത്തേക്ക്, അവിടെ ഇവിടെ എല്ലാം പോകുന്ന ഇവർ വട്ടം നടക്കുന്ന ഈ നടപ്പ് നമ്മൾ നീളത്തിൽ അളന്നാൽ ഇവിടെ നിങ്ങൾക്ക് പാറച്ചാല ചെല്ലും. അത്രയും ദൂരമാണ് ഒരു പ്രഭാതത്തിൽ ഇവർ നടക്കും. ഇതിനിടയ്ക്ക് കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കടു വറുത്തുകൊണ്ടിരിക്കുമ്പോൾ 100 ചോദ്യങ്ങൾ പിന്നാലെ. മമ്മി എൻ്റെ മാത്സിൻ്റെ ബുക്ക് കണ്ടായിരുന്നോ? കറി വയ്ക്കുന്ന മമ്മി തന്നെ എന്തോ ചെയ്യണം? മാത്സിൻ്റെ ബുക്ക് എടുത്ത് കൊടുക്കണം. ഓക്കെ, അതെടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോഴാണ് മറ്റേ പുള്ളി മോനെ എൻ്റെ ID കാർഡ് കണ്ടായിരുന്നോ മമ്മി? പിന്നെ മമ്മി എടാ അത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്ന് പറയത്തില്ലേ എന്നൊക്കെ ഒരു ശകാരമൊക്കെ ഉണ്ടെങ്കിൽ പോലും വന്ന് സാവകാശം അത് തപ്പിയെടുത്ത് കൊടുക്കുക. ഈ മമ്മിയുടെ ഭർത്താവ് ഒരു ഉപദേശിയാണെങ്കിൽ എൻ്റെ ഷർട്ട് തേച്ചില്ല, പിന്നെന്തോ ചെയ്യാൻ പോകണം? അയ്യോ ചേട്ടാ ഞാൻ ഇപ്പം തേക്കാമേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷർട്ട് തേക്കാം. ഉപദേശിമാർ ഓരോന്നൊക്കെ ചോദിക്കുന്നത് എൻ്റെ ഊറീമ് കണ്ടോ, തുമ്മീമ് കണ്ടോ, മാർപ്പതക്കം കണ്ടോ, ഉള്ളങ്കി കണ്ടോ, മേലെ, ഇതെല്ലാം ആരെടുത്ത് തരണം? ഇവർ തന്നെ എടുത്ത് തന്നേ പറ്റൂ. ഇതിനു വേണ്ടിയുള്ള ഇവരുടെ ഈ ഓട്ടം ഭയങ്കരമാണ്. ഇതിലെല്ലാം അവർക്ക് വിശ്വസ്തതയുണ്ടെന്നുള്ളത്. സോക്സ് എവിടെ, ബെന്നിനെവിടെ, ഷർട്ട് എവിടെ, ഇതെല്ലാം അവർക്കറിയാം. എവിടെയാണെന്നുള്ളത് അവർക്കറിയാം.
ആ കാര്യത്തിലെല്ലാം അവരുടെ വിശ്വസ്തത. ഇതിനകത്തൊരു മാറ്റവും വരാതെ അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സകലത്തിലും വിശ്വസ്തത. ഇവിടെ മറ്റൊരു കാര്യം പൗലോസ് പറയാതെ പറയുന്നത് ദാമ്പത്യത്തിലെ വിശ്വസ്തതയാണ്. ദാമ്പത്യത്തിലെ വിശ്വസ്തത അത് സ്ത്രീകൾക്ക് മാത്രം വേണമെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പുരുഷനും ഭാര്യയോട് എന്ത് ചെയ്തേ പറ്റുള്ളൂ? വിശ്വസ്തത പുലർത്തിയേ പറ്റൂ. ജനിച്ച വീടും നാടും ജനിപ്പിച്ച മാതാപിതാക്കളെയും കളിക്കൂട്ടുകാരെയും ഓടിച്ചാടിക്കളിച്ച മുറ്റവും എല്ലാം വിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു പുരുഷനോടൊപ്പം ജീവിക്കുവാൻ, കല്യാണം കഴിഞ്ഞ് അന്ന് കയറി വരുമ്പോഴാണല്ലോ നിങ്ങൾ ഭർത്താവിൻ്റെ വീട് കണ്ടേ ഇല്ലേ? അതിനു മുമ്പ് ഈ പുള്ളി എത്ര പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്ന് മിച്ചറും കാപ്പിയും കഴിച്ചെന്നറിയോ? എന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം പോലും എവിടെ പോയില്ല, നിങ്ങൾ താമസിക്കാനുള്ള വീട്ടിൽ പോയില്ല. അതുകൊണ്ട് ഇനിയും വുമൺസ് ബോർഡെല്ലാം കൂടി തീരുമാനിച്ചൊരു കമ്മിറ്റിയൊക്കെ നടത്തിയൊരു തീരുമാനം എടുക്കണം. ഇനി ഇപ്പോൾ പെണ്ണ് കാണലല്ല, ആണ് കാണൽ വേണമെന്നൊരു തീരുമാനമുണ്ട്. കാരണം ഇവർ ഞങ്ങൾ വന്ന് മിച്ചറും കാപ്പിയും പഴമൊക്കെ കഴിച്ചിട്ട് പോകുന്നു. കല്യാണത്തിൻ്റെ അന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് കരഞ്ഞു പിഴിഞ്ഞ് ആദ്യമായിട്ട് ആ പുരുഷൻ്റെ വീട്ടിലോട്ട് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോകുന്നു. ഈ പുള്ളി ഇവിടെ വന്ന് താമസിക്കാമല്ലോ, ആണോ? അല്ല, ഒരു 10 ദമ്പതികൾ 2 പേരെങ്ങാനേ ഉള്ളൂ ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നത്. ബാക്കി ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ആ ഭർത്താവിൻ്റെ വീട് എങ്ങനെയുണ്ട്, അവിടെ അമ്മാവിയമ്മ എന്ന് പറയുന്നൊരു ജീവി ഉണ്ടല്ലോ, അവരെങ്ങനെയുണ്ട്, ഇതൊക്കെ നേരത്തെ ചെന്ന് എന്തോ ചെയ്യണം, നോക്കിക്കാണണം. ആ അമ്മാവിയമ്മയ്ക്കും എനിക്കും കൂടെ തമ്മിൽ തൊടാതെ നിൽക്കാനുള്ള അടുക്കളയുടെ വ്യാസം ഉണ്ടോ, ഇതെല്ലാം നേരത്തെ എന്ന് എന്തോ ചെയ്യണം, കണ്ട് ഇഷ്ടമായെങ്കിൽ ഇതിന് പറയാവൂ. അല്ലെങ്കിൽ പിന്നെ ബാത്റൂമിൽ തൂങ്ങി നിന്നു, അവിടെ മരിച്ചു കിടന്നു, വഴിയിൽ ഇങ്ങനെ കിടന്നു എന്നൊക്കെ പറയേണ്ടി വരും. കുടുംബക്കോടതിയുടെ തിണ്ണയിലെ തൂണും ചാരി പിന്നെ നിൽക്കുക പോയി. അങ്ങനെയൊക്കെയുള്ള ഗതികേട് വരുന്നതിൻ്റെ കാരണം വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ട് എത്ര കുടുംബ ബന്ധങ്ങളെ തകർന്നു പോകുകയെന്നറിയോ? അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, 2 പേർക്കും വേണ്ടുന്ന ഒന്നാണ് വിശ്വസ്തത. എന്തോ വേണമെന്ന വിശ്വസ്തത അനിവാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന വേദപുസ്തകം മാത്രം കനത്ത പ്രഖ്യാപനം ദാമ്പത്യത്തെക്കുറിച്ച് നടത്തുന്നു. ഒരുത്തന് ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തൻ എന്ന പറയുക. ഈ ഒരു പ്രമാണം വേറെ ഒരു ഗ്രന്ഥങ്ങളിലുമില്ല. ഇഷ്ടം പോലെ ആകാം വേറെ പല മതങ്ങളിലും. ഇഷ്ടമുള്ളവരെയൊക്കെ കൂട്ടത്തിൽ നിർത്താം. പൈസ കൊടുത്ത് പെമ്പിള്ളേരെ തൻ്റെ കൂട്ടത്തിലാക്കാൻ ഒരു ഭർത്താവ് തീരുമാനിച്ചാൽ അതിന് ആദ്യ ഭാര്യയ്ക്കൊന്നും എതിർപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ 2, 3, 4, 5, 6 എണ്ണത്തെയൊക്കെ കൂട്ടാം. ശലോമോൻ്റെ റേഷൻ കാർഡ് കണ്ടിട്ടുണ്ടോ? ഒരടുക്ക് റേഷൻ കാർഡാണ്. കാരണം 1000 എണ്ണത്തിൻ്റെ പേരെഴുതണം ആ റേഷൻ കാർഡിനകത്ത്. ഏറ്റവും മുകളിൽ ആദ്യത്തേതിനകത്ത് മാത്രം പുള്ളിയുടെ പേര്, ബാക്കിയെല്ലാം എന്തിൻ്റെയാണ്? ഭാര്യമാരുടെ പേര്. ദാവീദിൻ്റെ റേഷൻ കാർഡും വലിയ ചെറുതല്ല, മനസ്സിലായില്ലേ? അത് ഇച്ചിരി വലിപ്പമുള്ളത്. ഇങ്ങനെ വമ്പൻ താരങ്ങളുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്നു, ഒരുത്തന് ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തൻ. ഇതിനകത്ത് നമ്മൾ പുരുഷലോകം മാത്രം അറിയാനൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ കേൾക്കല്ലേ, ഇവർ കേട്ട കുഴപ്പമുണ്ടാകും. പൗലോസ് പറയുന്ന ആ ഭാഷാപ്രയോഗം കേട്ടോ പാസ്റ്റേ, ഒരുത്തൻ ഒരുത്തി. അതിലെ ഒരുത്തൻ എന്ന് പറയുന്ന പുരുഷനെയാണല്ലോ. ആ ഒരുത്തൻ എന്ന് പറയുന്നതിനകത്ത് അവസാനിപ്പിക്കുന്ന തേൻ കേട്ടോ, ഒരുത്തൻ. സ്ത്രീ അവസാനിപ്പിക്കുന്ന ഒരു തീയാന്നാ, സൂക്ഷിച്ചോണം. ഇത് ഒരു തീ, മൊത്തത്തിൽ തീയാ, പടർന്ന് കത്തും, ആളിക്കത്തും. പൗലോസ് പറയും, എന്നെ തുറിച്ച് നോക്കാതെ പൗലോസ് പറയുന്ന കാര്യമാണ്. പുരുഷനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, വേണ്ട പിണങ്ങി ഫ്രണ്ട് ഇരുന്ന് ഒരുത്തൻ എന്ന് പറയും, ഒരുത്തൻ. ഓക്കെ, സ്ത്രീയെക്കുറിച്ച് എന്താ പറയുന്നത്? ഒരുത്തി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വിശ്വസ്തതയുടെ ഏറ്റവും വലിയ പാഠമാണ്. വിശ്വസ്തതയുടെ ഏറ്റവും വലിയ പാഠമാണ്. പരസ്പര വിശ്വസ്തത പുലർത്താൻ കഴിയണം. വാട്സപ്പ് ലോക്ക് ഇട്ടോ കുഴപ്പമൊന്നുമില്ല, ഈ ഗൂഗിൾ പേ അത് ഇതൊക്കെ ഉള്ളതല്ലേ, ലോക്ക് ഇട്ടോ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ലോക്ക് നമ്പർ ഭാര്യയ്ക്ക് അനായാസമായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഭാര്യ ലോക്ക് നമ്പർ ഇട്ടോ കുഴപ്പമില്ല, ഭർത്താവിന് അറിയണം അത്. ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് വെച്ച് ഭാര്യ M വരച്ചു, O വരച്ചു, K വരച്ചു, L വരച്ചു, തുറക്കുന്നില്ല സംഭവം. അതെന്നെ ദാമ്പത്യം എന്നൊന്ന് ആലോചിച്ച് നോക്കി. വിശ്വാസിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോക്ക് കൊണ്ട് ഫോൺ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിനകത്ത് വിള്ളലുണ്ടെന്നുള്ളതാണ്. യെസ്, ഒരു കിടക്കയിൽ, ഒരു കട്ടിലിൽ, ഒരു മുറിയിൽ, ചിലയിടത്ത് ഒരു തലേണയിലാണ് കിടക്ക്, ഒരു തലേണയില്ല തലവയ്ക്ക്. അപ്പോൾ ഭാര്യയ്ക്ക് തലേണ വേണ്ട. ശൂലേമി പറയുന്ന, അവൻ്റെ ഇടങ്കൈ എൻ്റെ തലയുടെ കീഴിൽ, അവൻ്റെ വലങ്കൈ എന്നെ ചേർത്ത്. അതാണ് ഉത്തമ ദാമ്പത്യത്തിൻ്റെ ഒരു ബെഡ്റൂം സ്റ്റൈൽ എന്ന് പറയുന്നത്.
പുരുഷൻ ഇടതുകരം നീട്ടുന്നു, അവൻ്റെ ഭാര്യ അവൻ്റെ ഇടത് കയ്യിൽ തലവെച്ചുറങ്ങുന്നു, അവൻ്റെ വലതുകരം പുതപ്പ് പോലെ അവളെ ആശ്ലേഷിക്കുന്നു. അതാണ് അനുഗ്രഹീതമായി ഉത്തമഗീതത്തിൻ്റെ ബെഡ്റൂം സിസ്റ്റം. മാസ്റ്റർ ബെഡ്റൂമിൽ അതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ. ഇത് ചിലയിടത്ത് അങ്ങനൊന്നുമല്ല. ഫാമിലി കോട്ട്, അങ്ങേയറ്റത്ത് അച്ചായൻ ഇങ്ങേയറ്റത്ത് അമ്മാമി, നടുക്കഞ്ചാറ് തലയണേ. എന്തോ ഇല്ലാഞ്ഞിട്ടാ, പരസ്പരം എന്തോ ഇല്ല, രമ്യതയില്ലാഞ്ഞിട്ട്, ഐക്യതയും സഹകരണവും ഇല്ലാഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മൊബൈൽ ഫോണിനകത്ത് ലോക്ക് നമ്പറുണ്ട്. ഭാര്യ അറിയാത്ത, ഭർത്താവ് അറിയാത്ത. ഭർത്താവ് കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ മോള് മമ്മിയോട് എന്ന് പറഞ്ഞു, പപ്പ കുളിച്ചിട്ട് ഇറങ്ങുന്നില്ല മമ്മി. ആ പപ്പ കുളിക്കാൻ കയറിയോ? അയ്യോ പപ്പ കുളിക്കാൻ കയറുന്നത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അതെന്താ മമ്മി? അതിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഫോണും എടുത്തുകൊണ്ട് പുള്ളിക്കാർ ഒരൊറ്റ ഓട്ടം ഫെയ്ത്ത് ഹോമിലോട്ട്. ഭർത്താവ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം മൂളിപ്പാട്ടുമൊക്കെ പാടി ഇറങ്ങി വന്നപ്പം മോള് പറഞ്ഞു, പപ്പ പണി കിട്ടിയെന്ന് തോന്നുന്നു. എന്തോന്നാടി? അത് പപ്പായുടെ മൊബൈൽ ഫോണും കൊണ്ട് മമ്മി ഫെയ്ത്ത് ഹോമിലോട്ട് പോയിട്ടുണ്ടെന്ന്. കൈലി പോലും മാറ്റി ഉടുക്കാതെ ഉടുത്ത ടർക്കിയോടെ പുള്ളി ഒറ്റ ഓട്ടം ഫെയ്ത്ത് ഹോമിലേക്ക്. ഫുൾ ഡ്രസ്സിൽ മാന്യമായിട്ട് ആലയത്തിൽ വന്നിട്ടുള്ള മനുഷ്യനെ ടർക്കി ഉടുത്തുകൊണ്ട് ഫെയ്ത്ത് ഹോമിലോട്ട് ഓടുന്ന നാട്ടുകാരെല്ലാം കണ്ടിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. പുള്ളി അവിടെ ചെന്നപ്പോൾ പാസ്റ്ററുടെ ഭാര്യ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, 3 പേരൂടെ നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വെട്ടി വിളിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഓടി ഇങ്ങോട്ട് വന്ന് പാസ്റ്ററുടെ ഇന്ന് ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കുക. എന്താ നിങ്ങൾ തമ്മിലുള്ള കുഴപ്പം? പാസ്റ്റർ അത് എൻ്റെ ഫോൺ. താങ്കളുടെ ഫോണാണെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഭാര്യയാണല്ലോ എന്നെ കൊണ്ട് തന്നെ, എൻ്റെ കയ്യിലുണ്ട് ഫോൺ, പറ എന്താ കുഴപ്പം എന്താ? അത് പാസ്റ്റർ എന്താ എനിക്കറിയത്തില്ല. പുള്ളിക്കാർ വെട്ടി വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇന്നലെ രാത്രി 1 മണി മുതൽ ഇങ്ങനെ ഇതിനകത്തായിരുന്നു. ആ നമ്പർ ഏതാണെന്ന് എനിക്കറിയണം. ഞാൻ നോക്കിയിട്ട നമ്പർ കിട്ടുന്നില്ല പാസ്റ്റർ, ഇത് തുറക്കുന്നില്ല, പുതിയ ലോക്കാ. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എന്തുവാ ലോക്ക്? പറ, പേരാണോ സംഖ്യയാണോ എന്തോന്ന് പറയാൻ പറഞ്ഞിട്ട് പുള്ളി പറയത്തില്ല. പാസ്റ്റർ പറഞ്ഞു, സൺഡേ സ്കൂൾ മുതൽ ഞാൻ നിന്നെ പഠിപ്പിച്ച് നിൻ്റെ പാസ്സാ. സ്വോത്രം പറയുന്നതും അന്യഭാഷ പറയുന്നതും പ്രസംഗിക്കുന്നത് എന്നീ കേട്ടിട്ടുള്ളൂ. അടി ഞാൻ തരും, മര്യാദയ്ക്ക് പറ, എന്തുവാ ഇതിൻ്റെ ലോക്ക്? പുള്ളിക്കാർ പറഞ്ഞു, എൻ്റെ പേരായിരിക്കും പാസ്റ്ററെ. പേരടിച്ച് നോക്കിയപ്പോൾ ഫോൺ മിണ്ടുന്ന പോലും ഇല്ല. വിവാഹം കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ പാസ്റ്റേ ഞങ്ങൾക്കൊരു മോളെ കിട്ടിയത്. മോടെ പേരായിരിക്കും പാസ്റ്റേ. മോടെ പേരടിച്ചപ്പോഴും ഫോൺ അനക്കമില്ല. പാസ്റ്റർക്ക് ദേഷ്യം വന്നു. പാസ്റ്ററുടെ സ്റ്റൈല് മാറി ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ പോലെ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു അടി ഞാൻ തരും, പറ മര്യാദയ്ക്ക് എന്തുവാ ഇതിൻ്റെ? ഈ മഹാഭാവി ആ ഫോൺ തുറക്കാൻ പറഞ്ഞ ലോക്ക് എന്തോന്നറിയാവോ പാസ്റ്റേ? അതൊരു വോയിസ് ലോക്കാണ്. വോയിസ് ഞാൻ പറഞ്ഞാൽ മതിയോ? പോരാ, ഞാൻ തന്നെ പറയണം. എന്നാലും വോയിസ് പറയാൻ പറഞ്ഞ് ചുണ്ടോട് ഈ ഫോൺ അടുപ്പിച്ചപ്പോൾ ഇവൻ പറഞ്ഞ വോയിസ് എന്തോന്നറിയാവോ? സ്തോത്രം. അവൻ സ്തോത്രം പറഞ്ഞാലേ അവൻ്റെ ഫോൺ തുറക്കത്തുള്ളൂ. എത്ര കാലം ഇങ്ങനെ കൊണ്ട് നടക്കുമെന്ന് പറ. ഈ ലോക്ക് സിസ്റ്റവുമായിട്ട് ഈ അവിഹിത ബന്ധങ്ങളും ഇടപാടുകളും വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ഈ സംഗതികളുമായി എത്ര കാലം ഇങ്ങനെ കൊണ്ടു നടക്കും? സ്ത്രീകൾ സകലത്തിലും വിശ്വസ്തരാകണം. ഭർത്താവിനോട്, മക്കളോട്, മാതാപിതാക്കളോടൊക്കെ. സ്ത്രീ എന്ന് പറയുന്നൊരു വലിയ പുണ്യമാണ്. സ്ത്രീക്ക് സമാനം വയ്ക്കാൻ വേറെ ആരുമില്ല. സ്ത്രീക്ക് പകരം സ്ത്രീ മാത്രമേ ഉള്ളൂ. പുരുഷലോകം അറിയാൻ ഒരു കാര്യം കൊണ്ട് ഞാൻ തുറന്നു പറയാം ഈ സ്ത്രീകളെക്കുറിച്ച്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് പറയാത്തൊരു കാര്യം പത്രോസ് പറയുന്നുണ്ട്, സ്ത്രീയെ ബഹുമാനിക്കണം. ഭാര്യ എന്തോ ചെയ്യണം? ബഹുമാനിക്കണം. വുമൻസ് ബോർഡിൻ്റെ യോഗമായതുകൊണ്ട് അവരെ താങ്ങി ഞാൻ പറയുകയാണെന്ന് ചിന്തിക്കരുത്. ഇത് വേദോത്സവത്തിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. 1 പത്രോസ് 3:7 പറയുന്നത്, ഭർത്താവ് ഭാര്യ എന്തോ ചെയ്യണം? ബഹുമാനിക്കണം. ആ ബഹുമാനം കൊടുക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? അങ്ങനെയും കൂടി ചിന്തിക്കണം. അവരില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായേനെ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം എന്തായേനെ? അവരുടെ ഭാവി എന്തായേനെ? നമ്മുടെ ശുശ്രൂഷ എന്തായേനെ? ഒരു വലിയ സഹായ ഘടകമല്ലേ? വിമർശനം ഉണ്ടാവും, പിന്നെ നമ്മളെ വഴക്ക് പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ നമ്മുടെ ഒരു വലിയ ഹെൽപ്പിംഗ് ഹാൻഡല്ലേ. അതുകൊണ്ട് അവരെ എന്തോ ചെയ്യണം? ബഹുമാനിക്കണം. അവരുടെ ഉദരത്തിൽ മാത്രം ഗർഭപാത്രമെന്ന് പറയുന്ന ഒരറ, അതിനകത്താണ് 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക തലമുറയെ വഹിച്ചത്. ലോകത്തിലെത്ര നെഞ്ചുവിരിവുള്ള പുരുഷനായാലും, അത് ട്രംപാകട്ടെ, ഒബാമയാകട്ടെ, അങ്ങ് ജോർജ് ബുഷ് ആകട്ടെ, സദ്ദാം ആകട്ടെ, ബിൻ ലാദൻ ആകട്ടെ, ഇപ്പം നിലവിലുള്ള ആരുമായിക്കോട്ടെ, നമ്മുടെ മോദി സാറാകട്ടെ,
9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞതാ. എന്നാ സുഖമായിരുന്നു ആ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് വലിയ നൊമ്പരം ആ അമ്മയ്ക്ക് കൊടുത്തിട്ട് പുറത്തു വന്ന ഉടനെ നമ്മളെ കോരിയെടുത്ത് ചേർത്ത് നിർത്തിയത് അവളുടെ നെഞ്ചകത്തോട്ടാണ്. ആ നെഞ്ചകം ചുരത്തിയതാണ് ആദ്യത്തെ നമ്മുടെ ഭക്ഷണം. മനസ്സിലായില്ലേ? ഈ ഗർഭപാത്രം എന്ന ഉറയും നെഞ്ചകത്തിൻ്റെ വറ്റാത്ത ഉറവയും, ഇത് രണ്ടും ആർക്ക് മാത്രമേ ഉള്ളൂ? ആർക്ക് മാത്രമേ ഉള്ളൂ? സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അവസാനത്തെ ബില്ല് പേ ചെയ്യാൻ നമ്മുടെ കീശയിൽ കാശുണ്ടായിരിക്കാം, പക്ഷേ കുഞ്ഞ് വാപിളർത്തി കരയുന്ന പറഞ്ഞേ ഒരു രക്ഷയില്ല നമ്മളെ കൊണ്ട്. ആരെയും കൊടുത്തേ പറ്റുള്ളൂ? അമ്മയുടെ തന്നെ കൊടുത്തേ പറ്റൂ. ഇതെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നത് സ്ത്രീ എന്തോ ചെയ്യണം? ബഹുമാനിച്ചേ പറ്റുള്ളൂ. സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അപ്പം സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് പെണ്ണുങ്ങൾ എന്നൊരു ഗ്രൂപ്പ്, രണ്ടാമത്തെ ഏതാ? സ്ത്രീകൾ. 2 വാക്യങ്ങൾ തന്നു. ആ സ്ത്രീ അമ്മയാണ്, ആ സ്ത്രീ വല്യമ്മയാണ്, പെങ്ങളാണ്, ആൻറ്റിയാണ്, ഓപ്പോളാണ്, മൂത്ത പെങ്ങള്, കുഞ്ഞു പെങ്ങള്, എന്തെല്ലാം ഭാവമാണെന്നറിയാം അവർക്ക്. അതിനെല്ലാം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയണം. തട്ടിത്തെറിപ്പിച്ച് അവഗണിക്കേണ്ട ഒരാളല്ല എന്ന കാര്യം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. പക്ഷേ വുമൺസ് ബോർഡ് മൊത്തം ശ്രദ്ധിച്ചോണം, കുരുന്നു മുതൽ മുതിർന്നവർ വരെ ശ്രദ്ധിച്ചോണം. ഈ 2 വാക്യങ്ങളിൽ, ഏതാ 2 വാക്യങ്ങൾ? 2:9 പിന്നെ 3:11. ഈ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന യോഗ്യതകൾ നിരുപാധികം നിങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊള്ളണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കൂട്ടരാരാന്ന് എഴുതാം. മൂന്നാമത്തേതാണ് സ്ത്രീ രത്നങ്ങൾ. മൂന്നാമത്തെ ആരാ? സ്ത്രീ രത്നങ്ങളാണ്. രത്നങ്ങൾ, സ്ത്രീ രത്നങ്ങൾ. അങ്ങനൊരു വാക്യം അറിയാമോ? ബോർഡ് പറ, എവിടെ അങ്ങനൊരു വാക്യം? സ്ത്രീ രത്നങ്ങൾ എന്നൊരു വേദവാക്യം എവിടെയാണ് ഉള്ളത്? സ്ത്രീകളെ രത്നങ്ങൾ, പ്രഷ്യസ് വുമൺസ് എന്ന് പറയുക. 45-ാം സങ്കീർത്തനം 9-ാം വാക്യമാണ്. 45-ാം സങ്കീർത്തനം 9. നിന്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനൊരു പ്രത്യേക വിശേഷതയുള്ള ഒരു ഗ്രൂപ്പുണ്ട്. മൂന്നാമത്തേത് സ്ത്രീ രത്നങ്ങൾ. എന്താ? വിശകലനം എഴുതിക്കോണം. സ്ത്രീ രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രം ചമച്ചവർ, ചരിത്രമുണ്ടാക്കിയവർ, മാന്യമായ ചരിത്രത്തിൻ്റെ ശില്പികൾ. ആ വീട് അത്രയും നന്നാകാൻ കാരണം അവിടുത്തെ അമ്മച്ചിയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആ സഭ അവിടെ തുടങ്ങാൻ കാരണം അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. 2-3 അമ്മച്ചിമാർ കൂടിയാണ് ആ സഭ തുടങ്ങിയത്. ആ ദൈവദാസൻ അറിയാമോ? പിന്നെ അദ്ദേഹത്തിൻ്റെ മൂല കാരണം ആ അമ്മച്ചിയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി വളർത്തിക്കൊണ്ട് വന്ന തിമോത്തിയോസിനെ ശ്രേഷ്ഠ അപ്പോസ്തലനാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ 2 അമ്മച്ചിമാരുണ്ട്. ആരൊക്കെയാണ്? വല്യമ്മയിൽ നിന്നും അവൻ്റെ അമ്മയിലേക്ക്. മനസ്സിലായില്ലേ? ലോവീസ് ആൻഡ് യൂനിക്ക്, 2 അമ്മച്ചിമാർ. അവരൊക്കെ ചരിത്രത്തിൽ ഇടം തേടിയവരെ, ചരിത്രം ചമച്ചവരാണ്. തെറ്റാത്ത ചരിത്രമല്ല, മാന്യതയുടെ ചരിത്രം, ധാർമ്മികതയുടെ ചരിത്രം. ഉണ്ടോ? ദൈവപ്രവർത്തികളുടെ ചരിത്രമുണ്ടാക്കുന്നവരെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് എന്തോന്ന്? സ്ത്രീ രത്നങ്ങൾ. സ്ത്രീ രത്നങ്ങൾക്ക് വേദപുസ്തകത്തിൽ 1-2 ഉദാഹരണം ഞാൻ പറയാം. എസ്തർ സ്ത്രീയല്ല, സ്ത്രീ രത്നമാണ്. പുരുഷ മേധാവിത്വം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന കാലം. ദബോര എന്ന് പറയുന്നൊരു സ്ത്രീ ചരിത്രത്തിൽ ഇടം തേടുകയാണ്. അന്ന് ന്യായാധിപന്മാർ ആര് മാത്രമേ ഉള്ളൂ? പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അധികാരത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതേ ഇല്ല. ആലയത്തിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിലാണ് പുരുഷ മേധാവിത്വത്തിന് മീതെ കയറി വരികയാണ് ആര്? ദബോര. മനസ്സിലായില്ലേ? സങ്കീർത്തനം ദബോര എഴുതുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദബോരയുടെ സങ്കീർത്തനം വായിക്കണം. എന്നാ വിജ്ഞാനമെന്നറിയാം, എന്നാ ആശയ സമ്പുഷ്ടതയെന്നറിയാം. അപ്പം ദബോര സ്ത്രീയല്ല, പിന്നെ ആരാ? സ്ത്രീ രത്നമാണ്. എസ്തർ, ദബോര. രൂത്ത് സ്ത്രീയല്ല, പിന്നെ ആരാ? സ്ത്രീ രത്നമാണ്. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിൻ്റെ അമ്മ ശേഷിക്കുന്നു, അപ്പനും മരിച്ചുപോയി, ഭർത്താവും മരിച്ചു. 3 ആണുങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. 3 വിധവകൾ മാത്രം അവശേഷിക്കുന്നു. അതിൽ ഒരു വിധവ, ഇളയവൾ, വീട്ടിലേക്ക് പോയി. ഈ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂത്ത് വരികയാണ്. മനസ്സിലായോ? അവൾ ചരിത്രമുണ്ടാക്കുന്നു. ഒടുവിൽ രൂത്ത് ഏത് ചരിത്രത്തിൻ്റെ ഭാഗമായെന്നറിയാമോ? ദാവീദിൻ്റെ വംശാവലിയുടെ ഭാഗമായി.
ദാവീദിൻ്റെ വംശാവലി ഏതിൻ്റെ ഭാഗമായി? യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമാകും. അപ്പോൾ രൂത്ത് എന്ന് പറയുന്ന ചരിത്ര വനിത, അവരെ വിളിക്കുന്നതാണ് പ്രഷ്യസ് വുമൺ. കണ്ടോ? സ്ത്രീ രത്നമാണ്. അപ്പം രൂത്ത് അങ്ങനെയാണ്. രൂത്തിനെ കുറിച്ചൊക്കെ ബോർഡ് നന്നായിട്ട് പഠിക്കണം. സകല സഹോദരിമാരും, മമ്മിമാരെല്ലാവരും പഠിക്കണം, ആൻറ്റിമാരൊക്കെ പഠിക്കണം. രൂത്ത് എന്ന് പറയുന്ന താരത്തെ. ഓർഫ ദേവന്മാരുടെ അരികിലേക്ക് പോയപ്പോൾ നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം ചുവടുവെച്ച ഒരാളാണ് ആര്? രൂത്ത്. അനുഗ്രഹിക്കപ്പെട്ടൊരു ചുവടുവെപ്പായിരുന്നു രൂത്തിന്. ഓക്കെ. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഈ പ്രഷ്യസ് വുമൺ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ ഒത്തിരി പേരുണ്ട്. ത്രുഫൈന, ത്രുഫോസ, ഫേബ. അക്വിലാസിൻ്റെ ഭാര്യ ആരാ? പ്രിസ്കില്ല. ഇവരൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ? സ്ത്രീ രത്നങ്ങളാണ്. മനസ്സിലായില്ലേ? യേശുവിൻ്റെ അമ്മ മറിയ സ്ത്രീ രത്നമാണ്. മഗ്ദലക്കാരി മറിയ സ്ത്രീ രത്നമാണ്. കണ്ടില്ലേ? അതൊക്കെ ശ്രദ്ധിച്ചോണം. യേശുവിൻ്റെ കല്ലറയ്ക്കൽ അവസാനം വരെ ഉണ്ടായിരുന്നതാരാ? സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ടതാരാ? സ്ത്രീകളാണ് കണ്ടത്. യേശു ശിശുവായിരുന്ന കാലത്ത് യേശുവിനെ ഒരു നോക്ക് നോക്കിയിട്ട് ഇസ്രായേലിൻ്റെ പ്രത്യാശയായി നമ്മൾ കാത്തിരുന്ന പ്രത്യാശ പുരുഷൻ ഇവനാണെന്ന് ആദ്യം സുവിശേഷം അറിയിച്ചതാരാ? സ്ത്രീയാണ്. അവരൊക്കെ സ്ത്രീ രത്നങ്ങളാണ്. അവരൊക്കെ ചരിത്രത്തിൽ ഇടം തേടിയവരാണ്. മറന്നു പോകരുതൊരിക്കലും. അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പ് നിർത്താം. നമ്മുടെ ടീ ബ്രേക്കിൻ്റെ നേരത്ത് നിർത്താം. ഈ മൂന്ന് ഗ്രൂപ്പിൽ ഏതിൽപ്പെടാൻ ആഗ്രഹിക്കുന്നു? പെണ്ണുങ്ങളെന്ന ഗ്രൂപ്പിൽ പെടുകയും ചെയ്യരുത്. സ്ത്രീ ആകണം, എന്നിട്ട് പ്രൊമോഷൻ നേടണം. സ്ത്രീ രത്നമായിട്ടേ അവസാനിക്കാവൂ. അതിനുള്ള പാകത, അതിനുള്ള പക്വത, അതിനുള്ള പരിജ്ഞാനം, അതിനുള്ള വചനബോധം, അതിനുള്ള ദൈവാവബോധം പ്രാപിക്കണം ഓരോ സമയങ്ങളിലും. അതാണ് അതിൻ്റെ വസ്തുത. ഓക്കെ. അപ്പോൾ വുമൻസ് ബോർഡ് എന്ന പരിഗണനയിലാണ് ഈ വിചാരങ്ങളെ ഞാൻ നൽകിത്തന്നത്. സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. നിങ്ങൾ അമ്മയാകുമ്പോൾ ആ പുണ്യത്തിന് മാറ്റു വർദ്ധിക്കുകയാണ്. നിങ്ങൾ ഭാര്യയാകുമ്പോൾ ആ പുണ്യം വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. കുടുംബമെന്ന് പറയുന്നത് വീടുണ്ടാക്കാനും വണ്ടി വാങ്ങിക്കാനും മറ്റിതര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പുരുഷൻ്റെ കരങ്ങൾക്ക് കരുത്തുണ്ട്. പക്ഷേ ആ വീടിനെ ഭവനമാക്കി മാറ്റുന്നത് ആരാന്നറിയാമോ? നിങ്ങളാണ്. ഭവനമെന്ന് പറയുമ്പോൾ ഭക്തി, ഭവ്യത അടക്കമുള്ള സകല സംഗതികളും കോർത്തിണക്കി പണം ലക്ഷം മുടക്കി നമുക്ക് വീട്ടിനകത്ത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് ദൈവഭയം, ദൈവത്തോട് ഉള്ള ഭവ്യത, ഭക്തി ആദിയായതെല്ലാം ഓക്കെ ക്രമീകരിക്കാൻ നിങ്ങൾക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന, അമ്മ എന്ന് പറയുന്ന, ഭാര്യ എന്ന് പറയുന്ന, പെങ്ങളെന്ന് പറയുന്ന, മൂത്ത ഓപ്പോൾ എന്ന് പറയുന്ന ആ ഒരു തട്ടകം വലുതാണ്. അതിൻ്റെ ഉത്തരവാദിത്വ ബോധം വലുതാണ് എന്ന വിവരം അറിയാതെ പോകരുത്. ഞാനൊരു കവിത നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അമ്മയെന്ന പുണ്യത്തെക്കുറിച്ചൊരു മഹാനായ ഒരു കവി എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് നീരസം തോന്നി, വല്ലാത്ത നീരസം തോന്നി. വായിക്കണ്ട, സമയം കളയണ്ടെന്ന് ഓർത്തു മാറ്റിവെച്ചു. പിന്നെയും തോന്നി, അല്ല ഒന്ന് കേട്ടേക്കാം, ഒന്ന് വായിക്കാം. വായനാശീലമുള്ളത് കൊണ്ട് മാറ്റിവെച്ചതാണെങ്കിലും പിന്നെയും വായിക്കാനൊരു ഉൾപ്രേരണ തോന്നി. മാറ്റിവെക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ആ കവിതയുടെ പേരിങ്ങനെ, അമ്മ മരിച്ചു ആശ്വാസമായി. അമ്മ മരിച്ചപ്പം വായിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ ഓർത്തു, അമ്മ മരിച്ചപ്പോൾ ഈ പുള്ളിക്ക് എന്നാ ഇത്ര വലിയ ആശ്വാസമായത്, എന്നാ ഒന്ന് വായിച്ചേക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും വായിച്ചപ്പോഴാണ്, പിന്നെ ഒന്നുകൂടെ അതിനെ എടുത്ത് വായിച്ചപ്പോഴാണ് അതിൻ്റെ ആന്തരിക സത്യം മനസ്സിലായത്. അമ്മ മരിച്ചതിൻ്റെ ഹൃദയവ്യഥ അദ്ദേഹം വാചകങ്ങളിലൂടെ നമ്മളെ തെரியപ്പെടുത്തുന്നൊരു ട്വിസ്റ്റാണത്. അതിൻ്റെ പേര് പോലല്ല സംഭവം. അഗാധമായ ദുഃഖത്തിൻ്റെ ഒരു പ്രളയം തന്നിലൂടെ ഒഴുകുകയാണ്. ആ വരികളിൽ അദ്ദേഹം ഇങ്ങനെ പറയുക, അമ്മ എന്ന പുണ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന ഭയങ്കരമാണ്. ഞാൻ വരുമ്പോൾ മാത്രം ഉമ്മറത്തണയുന്നൊരു വിളക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം വരുന്നത് വരെ ഉമ്മറത്ത് ആ വിളക്ക് എന്ത് ചെയ്യത്തില്ല? അണയത്തില്ല. ഞാൻ വരുമ്പോൾ മാത്രമേ അത് അണയൂ. ആ വിളക്ക് ഇന്നലെ അണഞ്ഞു. അമ്മ മരിച്ചതിനെക്കുറിച്ചാണ് പുള്ളി പറയുക. അപ്പോൾ അതിനകത്ത് ആശ്വാസമായെന്ന് പറയുന്നതിൻ്റെ കാരണം, ഇനി രാത്രി അല്പം വൈകിയായാലും എനിക്ക് എന്ത് ചെയ്യാം? വരാം. അല്ലെങ്കിൽ അമ്മ ഉറങ്ങിയിട്ടുണ്ടാകില്ല, അമ്മ വാതിക്കൽ തന്നെ ഇരിക്കുകയായിരിക്കും, പോയേ പറ്റുമെന്ന് പറഞ്ഞ് കൂട്ടുകാരോട് സലാം പറഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ വന്നേ പറ്റൂ, ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ വരണ്ട. അതാണ് പുള്ളി ആശ്വാസം എന്ന് പറയുന്നതിൻ്റെ കാരണം.
വേറൊരു കാര്യം പുള്ളി പറയുന്ന അടുത്ത വരി ഇങ്ങനെയാണ്: മഴ നനയാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ ഒരു തുള്ളി മഴത്തുള്ളി പോലും എൻ്റെ തലയിൽ വീഴാൻ അനുവദിക്കാതെ കുടയായി നിന്നൊരാൾ ഇന്നലെ വീട്ടിൽ നിന്ന് യാത്രയായി. മഴയത്ത് ഞാൻ ഇറങ്ങുമ്പോൾ കേറകത്ത് മഴ നനയുന്നോ, ആസത്തെ പനി പിടിക്കുമെന്ന് പറഞ്ഞ് എന്നെ തുരത്തുന്നൊരു ജീവി ഉണ്ടായിരുന്നു, ഇന്നലെ യാത്രയായി. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാം? കൂട്ടുകാരുമൊത്ത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് വല്ലതുമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വീട്ടിൽ വന്നാൽ ഒന്ന് ഉറങ്ങിയാൽ മതി എനിക്ക്. പക്ഷെ എന്നെ അങ്ങനെ ഉറക്കാതെ അത്താഴപ്പട്ടിണി കിടക്കരുത് ഉണ്ണിയേ, എഴുന്നേറ്റ് കഴിക്കുക, ഞാനും കഴിച്ചില്ല, നീ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നോ, ബാ കഴിക്കാം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്ന ഒരാൾ ഇന്നലെ യാത്രയായി. അങ്ങനെ കുറേ വരികളുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും ആ കവിത. അമ്മ മരിച്ചു ആശ്വാസമായി എന്ന് അടിച്ചു കൊടുത്താൽ, അതല്ലെങ്കിൽ കൽപ്പറ്റ നാരായണൻ എന്നടിച്ചു കൊടുത്താൽ ആ കവിത നിങ്ങൾക്ക് കിട്ടും. അപ്പം അമ്മ എന്ന പുണ്യം ഇത്രത്തോളം ഗംഭീരമാണ് എന്നറിയണം. കാലം പുരോഗമിച്ചപ്പം ഈ പുണ്യമായ അമ്മയുടെ മരണം ഇന്നത്തെ തലമുറ അറിയുന്നത് ഓൾഡ് ഏജ് ഹോമുകാർ വിളിച്ചു പറയുമ്പോഴാണ്. അമ്മയെ വീട്ടിലെന്തോ ചെയ്യുന്നില്ല, പുലർത്തുന്നില്ല, എവിടെ കൊണ്ടുവിട്ടേക്കുക? ഓൾഡ് ഏജ് ഹോമിൽ. അവർ ഫോൺ ചെയ്യും, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ആക്കിയ ആ പ്രായമുള്ള അമ്മ മരിച്ചു കേട്ടോ, ഇന്നലെ ആയിരുന്നു, അല്ലെ ഇന്ന് വെളുപ്പിനെയായിരുന്നു, എന്തോ വേണം, ബോഡി നിങ്ങൾ വന്ന് കൊണ്ടുപോകുമോ അതോ ഞങ്ങൾ അടക്കണം? അങ്ങനെ ഓൾഡ് ഏജ് ഹോമുകാർ വിളിച്ചു പറയുമ്പോൾ മാത്രം അപ്പൻ്റെ അമ്മയുടെയും മരണവിവരം അറിയുന്ന ഒരു ഗതികേടിൻ്റെ തലമുറയിലാണ് നമ്മൾ ജീവിക്കുക. ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് അമ്മയെ പൊതിഞ്ഞ് കെട്ടി വീട്ടുമുറ്റത്ത് കൊണ്ട് വെച്ചിട്ട് പന്തലുമിട്ട് ഫ്യൂണറൽ സർവീസ് നടത്തുമ്പം മോനും മരുമോളും, മോളും മരുമോനും എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് സ്പ്രേ അടിക്കുന്നു, പിന്നെ പൗഡർ ഇടുന്നു, എന്തെല്ലാം ബഹളങ്ങളാണെന്നറിയാം. നിരർത്ഥകമാണതെല്ലാം. അമ്മ എന്ന പുണ്യത്തെ നെഞ്ചിൽ താങ്ങണം. അവർ നമ്മളെ വഹിച്ചതുകൊണ്ട് ഒടുവിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? വഹിക്കണം. കണ്ടില്ലേ, അവർ നമുക്ക് വേണ്ടി വിയർത്തത് കൊണ്ട് നാം അവർക്ക് വേണ്ടി വിയർക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു തത്വം, സ്ത്രീ രത്നങ്ങളായി പരിണമിക്കണം ആത്മീക തലത്തിലും. ഓക്കെ, അതിന് കർത്താവ് കൃപ ചെയ്യട്ടെ. വുമൺസ് ബോർഡ് നടത്തുന്ന മീറ്റിംഗ് ആയതുകൊണ്ടൊരു പൊതു ആശയം അവർക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ചു. അത് നമുക്കെല്ലാവർക്കും ഒരേപോലെ ഉപകാരമാകട്ടെ. നമ്മൾ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് അടുത്ത സെഷനിൽ നമ്മൾ ചിന്തിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സൃഷ്ടിതാവായ ദൈവം ഭൂതലത്തിലെ സകല സൃഷ്ടികളും ചെയ്തു കഴിഞ്ഞ് പിന്നെ പ്രജനനം, ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്നുള്ള മഹത്തായ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് സ്ത്രീയെയാണ്. അവരില്ലെങ്കിൽ ദൈവം ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചു. കയീന് ഹാബേലും സ്ത്രീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുക. പിന്നീടുള്ള സകല നെഞ്ചിവിരിവുള്ള ആണും പെണ്ണുമെല്ലാം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമിക്കണം, ആദരിക്കണം, അംഗീകരിക്കണം, ഉൾക്കൊള്ളണം, ചേർത്ത് നിർത്തണം. ബലഹീനരാണവർ, ശരീരം കൊണ്ടൊക്കെ ആയിരിക്കാം, പക്ഷേ ആശയത്തിലും കാര്യഗൗരവത്തിലും സംവിധാന മികവിലുമൊക്കെ നമ്മളെക്കാൾ കരുത്തരാണവർ. അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക, അവർക്കൊപ്പം നിൽക്കുക, അവരെ ചേർത്ത് നിർത്തുക, അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനിലെ വാക്കുകൾക്ക് വിരാമം.